അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ YDSC, Young's double slit experiment, slit and screen 1 meter, slit and screen 1 meter, light of wavelength 5000 angstrom, 5000 angstrom. Distance between center to fourth bright fringe. Distance between center to fourth bright fringe is 20 millimeter. 20 millimeter. Calculate slit separation. Calculate slit separation. ശ്രദ്ധിക്കുക എന്താണ്? ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അല്ലെ, സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ക്യാപ്ലെറ്റ് ഡി 1 മീറ്റർ, ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് ലാംഡ കൊടുത്തിന് എത്ര ആംസ്ട്രോങ് ആണ്? 5000 ആംസ്ട്രോങ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ടു ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പോൾ x4 ആണ് തന്നിട്ടുള്ളത്. എടാ സെന്ററിൽ നിന്ന് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ എത്രയാണ്? ഫോർത്ത്. xn എത്രയാണ്? എടാ xn n ലാംഡ ഡി ബൈ ഡി അല്ലേ? xn എന്ന് പറയുന്നത് n ലാംഡ ഡി ബൈ ഡി. ഇപ്പം എത്ര കൊടുത്തിട്ടുള്ളത്? ഇതല്ലേ പൊസിഷൻ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ച്. സെന്റർ എന്നുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ n ലാംഡ ഡി ബൈ ഡി. ഇപ്പം x4 ആണ് അവർ കൊടുത്തുള്ളത്. x4 എന്ന് പറയുമ്പോൾ 4 ലാംഡ ഡി ബൈ ഡി അല്ലേ? കാരണം എന്നിൻ്റെ വാല്യൂസ് 0, 1, 2, 3 എക്സെട്രാസ് ആണ്. അപ്പോൾ 4 വരും. അപ്പോൾ x4 എത്രയാണ്? 4 ലാംഡ ഡി ബൈ ഡി അല്ലേ? എന്നിന് 4 വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കൊടുത്തിട്ട് എത്രയാണ്? 20 മില്ലിമീറ്റർ. അപ്പോൾ 20 × 10⁻³ മീറ്റർ. ഇത് ആരെ കണ്ടുപിടിക്കണം? സ്മോൾ ലെറ്റർ ഡി. ശരിയല്ലേ? അപ്പോൾ ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ, n ലാംഡ ഡി ബൈ ഡി. അപ്പോൾ 4 × 5000 × 10⁻⁻10 അല്ലെ? ആംസ്ട്രോങ്ങിനെ മാറ്റുമ്പോൾ ക്യാപിറ്റൽ ഡിൻ്റെ വാല്യൂ 1 ഡിവൈഡിങ് ബൈ ഡി ഈക്വൽ ടു 20 × 10⁻³ അല്ലേ? അപ്പോൾ ഡി കാണണം. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരും. ഡി ഈസ് ഈക്വൽ ടു ഇയാൾ ഇങ്ങോട്ട് വരും 20 × 10⁻³ അല്ലേ? അപ്പോൾ 20 × 10⁻³ അവിടെ 2 എടുക്കാം. അപ്പോൾ എത്ര കിട്ടും? -2 വരും. -3 -2 ആവില്ലേ × 10 വരുമ്പോൾ? അപ്പോൾ അത് ക്യാൻസൽ 2 അല്ല. അപ്പോൾ 2 × 5 × 2 10 വരും. 10 പിന്നെ ഇവിടെ 3 സീറോസ് ഉണ്ട്. × 10⁻⁻10 പിന്നെ അത് മേലെ പോകുമ്പോൾ 10². അപ്പോൾ അത് 10⁻⁻8 ഉണ്ടാവും അല്ല? 10⁻⁻8 ഉണ്ടാവും. -8 എന്ന് പറയുമ്പോൾ 1, 2, 3, 4 വരും. അപ്പോൾ അവസാനം 10⁻⁻4 ആണ് അല്ല? അപ്പോൾ ആൻസർ സ്ലിറ്റ് സെപ്പറേഷൻ ഡി 10⁻⁻4 മീറ്റർ കിട്ടും. ക്ലിയർ അല്ലേ? അത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ശരിയല്ലേ? ഇനി അടുത്തൊരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റിൻ്റെ. ഇൻ YDSC 2 slits separated by 2 millimeter, illuminated with light of wavelength 400 nanometer. 400 nanometer. Screen is 2 meter from slit. Screen is 2 meter from slit. Calculate the separation. Calculate the separation between 8th bright fringe to 3rd dark fringe from center.
ശ്രദ്ധിക്കുക, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് 2 slits ആർ സെപ്പറേറ്റഡ് ബൈ 2 millimeter. അപ്പോൾ സ്മോൾ ലെറ്റർ ഡി തന്നിട്ടുണ്ട് 2 × 10⁻³ മീറ്റർ. ശരിയല്ലേ? വേവ് ലെങ്ത് ഉപയോഗിച്ച ലൈറ്റിന്റെ വേവ് ലെങ്ത് എത്രയാണ്? 400 നാനോമീറ്റർ, 400 × 10⁻⁹ മീറ്റർ. ശരിയല്ലേ? സ്ക്രീൻ ഈസ് 2 മീറ്റർ, ക്യാപിറ്റൽ ഡി കൊടുത്തിട്ടുണ്ട് 2 മീറ്റർ അല്ലെ? കാൽക്കുലേറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ 8th ബ്രൈറ്റ് ഫ്രിഞ്ച്. അപ്പൊ X8 ബ്രൈറ്റ് കിട്ടോ -X3 ഡാർക്ക്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? 8th ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കാണണം. പിന്നെ അതേപോലെ തന്നെ 3rd ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ കാണും. എന്നിട്ട് രണ്ടും കൂടി കുറയ്ക്കണം. അതാണ് ചോദിച്ചിട്ടുള്ളത്. സെപ്പറേഷൻ, കാൽക്കുലേറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ 8th ബ്രൈറ്റ് ഫ്രിഞ്ചും 3rd ഡാർക്ക് ഫ്രിഞ്ചും തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെ X8 കാണാം? X8 കാണാൻ ഈ ഫോർമുല, ഇവിടെ ബ്രൈറ്റിന്റെ ഫോർമുല ഇതല്ലേ, n⁴d/d. ബ്രൈറ്റിന്റെ ഇത് ബ്രൈറ്റ് ആട്ടോ, ബ്രൈറ്റ് n⁴d/d എന്ത് കിട്ടും? 8λ/d വരും. ശരിയല്ലേ? ഇതാണ് സെന്ററിന്ന് 8ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ. അതേപോലെ തന്നെ ഡാർക്ക് എങ്ങനെ നോക്കുക? ഡാർക്ക് 3rd ഡാർക്കിന്റെ എന്താണ് ഫോർമുല? 2n−1 λd/2d അല്ലേ? അല്ലെ, ഡാർക്കിന്റെ നമ്മൾ പറഞ്ഞു പൊസിഷൻ ഓഫ് ഡാർക്ക് എന്താണ്? 2n−1 λd/d. 3rd അല്ലേ? 3rd ആകുമ്പോൾ × 3 വരും. ഇവിടെ 3 വരില്ലേ? 3 × 2 6, 6−1 5, 5λd/. അപ്പോൾ 3rd ഡാർക്ക് ഫ്രിഞ്ച് എവിടെയാണ് കിട്ടുക? 5λd/2d, 5λd/2d. ശരിയല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് കാണണം? 8ാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ n⁴d/d വെച്ചിട്ട്, പിന്നെ 3ാമത്തെ ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ അത് 2n−1 λd/2d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5λd/2d. ഇനി രണ്ടും കൂടി കുറയ്ക്കണം. അപ്പോൾ ഇതിന്റെ സെപ്പറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം X8 ബ്രൈറ്റ് കാണാം, X3 ഡാർക്ക് കാണാം, എന്നിട്ട് രണ്ടും കൂടി കുറച്ചാലാണ് ആൻസർ കിട്ടുക. നമുക്ക് ചെയ്തുകൂടെ? അപ്പോൾ അത് ചെയ്തു നോക്കുക. കാരണം 8 × λ വന്നിട്ടില്ലേ? 400 × 10⁻⁹ അല്ലേ? ക്യാപിറ്റൽ D 2 ഡിവൈഡിങ് ബൈ സ്മോൾ ലെറ്റർ d എത്രയാണ്? 2 × 10⁻⁻3. 2 × 10. അപ്പോൾ ഈ 2 ക്യാൻസൽ ആവും. ഈ 10⁻⁻3 നമുക്ക് മുകളിലോട്ട് എടുക്കാം. അപ്പോൾ 8 × 4 8 4 32 അല്ലേ? 32 2 0, പിന്നെ അത് 10⁻⁻9 മേലെ പോകുമ്പോൾ 10⁻3, അപ്പോൾ 10⁻6, 10⁻6. അപ്പോൾ അത് 32 × 10⁻4 വരും. 32 × 10⁻4. അതേപോലെ ഇതിൻ്റെ കാണാം 5 × 400 × 10⁻9 × 2 ഡിവൈഡിങ് ബൈ 2d അല്ലേ? ഇത് d അല്ലേ? 8λd/d ആണ് വരിക. മറ്റത് 2 ടൈംസ് വരില്ല. അപ്പോൾ 2 × 2 × 10⁻3, 2 × 10⁻3. അപ്പോൾ 2 ക്യാൻസൽ ആവും, പിന്നെ ഈ 2 ക്യാൻസൽ ആവും, 200 വരും. പിന്നെ 5 × 2 1000. അത് വെച്ച് സോൾവ് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും കൂടി കുറയ്ക്കണം കേട്ടോ. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കണം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. ഇതാണ് ഇന്റർഫിയറൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ ഇന്റർഫിയറൻസ് ഓഫ് ലൈറ്റിന്റെ കൺസ്ട്രക്റ്റീവ്, ഡിസ്ട്രക്റ്റീവ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് എല്ലാ പോയിന്റുകളും അറിഞ്ഞിരിക്കുക. പിന്നെ ഈ ന്യൂമറിക്കൽസും. ക്ലിയർ? ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്റർഫിയറൻസ് ഓഫ് ലൈറ്റ് പറഞ്ഞു. അത് പ്രൂവ് ചെയ്യാൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വെച്ച് നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്തത് ലൈറ്റിന്റെ ഒരു വേവ് പ്രോപ്പർട്ടിയാണ് ഡൈഫ്രാക്ഷൻ. ശ്രദ്ധിക്കുക, ഇന്റർഫിയറൻസ് കഴിഞ്ഞു, നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ലൈറ്റിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് ഡൈഫ്രാക്ഷൻ. അപ്പോൾ ഈ ഡൈഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നമുക്ക് പഠിക്കാനുണ്ട്. യങ്സ് ഡബിൾ സ്ലിറ്റ് പോലെ തന്നെ ഒരു ബ്രൈറ്റിൻ്റെയും ഡാർക്കിൻ്റെയൊക്കെ കണ്ടീഷൻസ് പഠിക്കാൻ നമുക്കുണ്ട്. അതിനു മുമ്പ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡൈഫ്രാക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ് അറൗണ്ട് ദ കോർണേഴ്സ് ഓഫ് സ്മോൾ ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ ആൻഡ് സ്പ്രെഡിങ് ഇൻ ദ ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ അല്ലേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പറഞ്ഞത്. ബെൻഡിങ് ലൈറ്റ് എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ലൈറ്റ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലൈറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പാസ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഡൈഫ്രാക്ഷൻ എന്താ പ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം ലൈറ്റ് ഒരു സ്മോൾ അപ്പേർച്ചറിലൊക്കെ പോയി ഇടിച്ചു വിചാരിക്കുക. ഇവിടെ സ്മോൾ അപ്പേർച്ചറിലൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ അപ്പേർച്ചർ അല്ലെങ്കിൽ സ്ലിറ്റ്
അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ലൈറ്റ് ഹിറ്റ് ഓൺ എ അല്ലെങ്കിൽ ഒരു സർഫേസിൽ പോയിട്ട് അല്ലെങ്കിൽ അറൗണ്ട് ദ കോർണേഴ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒബ്സ്റ്റക്കിളോ അപ്പേർച്ചറോ അങ്ങനത്തെ സ്ലിറ്റിലൊക്കെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് പോകാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് പറഞ്ഞത്, ലൈറ്റിന്. ആ ഫിനോമിനെ നമ്മൾ എന്തെന്ന് പറയുക, ഡൈഫ്രാക്ഷൻ. ദാറ്റ് മീൻസ് ഇത് ഷാഡോ റീജിയനിലേക്കൊക്കെ പോകുമെന്ന് പറയാം. അപ്പം നമ്മൾ സാധാരണ വിചാരിക്കും, ഇപ്പം നമ്മളൊരു സ്ലിറ്റ് വെച്ചിട്ട് പറയും ഇതിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല, ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഷാഡോ കിട്ടുമെന്ന് പറയും. ഓക്കെ, ഇപ്പം ഇതാണ് ഒരു സ്ലിറ്റ് എന്ന് വിചാരിക്കുക. ഈ സ്ലിറ്റ് ഒരു ഒപ്പാക്കാന്ന് വിചാരിക്കുക, അടച്ചു, ലൈറ്റ് ഇവിടെ വന്ന് വീണു. അപ്പോൾ ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് ഒപ്പാക്കാണ്, അപ്പോൾ ഈ റീജിയനിലൊക്കെ ഷാഡോ ഫോം ചെയ്യുമെന്ന് പറയും. പക്ഷേ തിയററ്റിക്കലി അങ്ങനെ പറഞ്ഞു, പക്ഷേ എക്സ്പെരിമെൻ്റലി ചെയ്ത സമയത്ത് ആ ഷാഡോ റീജിയനിൽ ഷാഡോ കിട്ടുന്നതിന് പകരം ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്, ആ ലൈറ്റ് റേസ് ഒക്കെ ബെൻഡ് ചെയ്ത് അവിടെ എത്തിയെന്ന് അർത്ഥം. നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്, അവിടെ ലൈറ്റ് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ റീജിയനിൽ നമ്മളൊരു ഒബ്സ്ട്രക്ഷൻ വെച്ചു. പക്ഷേ നമ്മൾ ആ ഒബ്സ്ട്രക്ഷൻ കാരണം അവിടെ ഒരു ഡാർക്ക് റീജിയൻ ഫോം ചെയ്യുന്നു പ്രതീക്ഷിക്കും. പക്ഷേ എക്സ്പെരിമെൻ്റലി കിട്ടിയത് എന്തായിരുന്നു, ആ ഡാർക്ക് റീജിയനിൽ കൂടി ആൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ച് ഫോം ചെയ്തു. പക്ഷേ ഇൻറ്റൻസിറ്റിക്കൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഇൻ്റർഫിയറൻസ് കിട്ടിയ പോലെ അല്ല. നമ്മൾ എക്സ്പെരിമെൻറ്റ് പഠിക്കുമ്പോൾ പറയും ഇൻറ്റൻസിറ്റിക്കൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായി. പക്ഷേ ഇൻറ്റൻസിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടായെങ്കിൽ കൂടി നമ്മൾ ഡാർക്ക് കിട്ടുന്നു പ്രതീക്ഷിച്ച റീജിയനിലൊക്കെ നമുക്ക് എന്താണ് കിട്ടിയത്, ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്കും ബാൻഡ്സ് ഫോം ചെയ്തു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി പ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ അവിടെ വെച്ചപ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കാരണം ഡയറക്റ്റ് ആയിട്ട് ലൈറ്റിന് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, കാരണം ആ റീജിയനിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. പക്ഷെ ആ ഒബ്സ്ട്രക്ഷനെ അതിജീവിച്ചുകൊണ്ട് ആ കോർണേഴ്സിൽ വെച്ചിട്ട് ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട് ആ ഷാഡോ റീജിയനിലേക്ക് പോയി. അങ്ങനെ അവിടെ ഒരു ഓവർലാപ്പും സൂപ്പർപോസിഷനും ഒക്കെ നടന്നിട്ടാണ് നമുക്ക് ആൾട്ടർനേറ്റ് ബ്രൈറ്റ് കിട്ടിയെന്ന് പറയും. ആ ഒരു ഫിനോമിനെ നമ്മൾ എന്തെന്ന് പറയുക, ഡൈഫ്രാക്ഷൻ. ക്ലിയർ? അപ്പോൾ ഡൈഫ്രാക്ഷൻ എന്താ പറയുന്നത്, ബെൻഡിങ് ഓഫ് ലൈറ്റ് റേസ് അറൌണ്ട് ദ കോർണേഴ്സ് ഓഫ് സ്മോൾ ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ ആൻഡ് ഇറ്റ് സ്പ്രെഡിങ് ഇൻ ദ ജോമെട്രിക്കൽ ഷാഡോ റീജിയൻ. അപ്പൊ ലൈറ്റ് പോയിട്ട് എന്ത് ചെയ്യുക, സ്മോൾ അപ്പേർച്ചറിലോ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളിലോ അതിന്റെ കോർണേഴ്സൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്തിട്ട് ഷാഡോ പ്രതീക്ഷിക്കുന്ന റീജിയനിൽ നമുക്കൊരു പാറ്റേൺ കിട്ടും, ആൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക്. അതിന് ഡൈഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയും. അതിന് നമ്മൾ എന്താ പറയുക, ഡൈഫ്രാക്ഷൻ പാറ്റേൺ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ വരച്ചിട്ടുള്ള എന്താ വെച്ചാൽ, ഇപ്പൊ ഇതേപോലെ ലൈറ്റ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. എടാ ലൈറ്റ് പോകുന്ന ഒരു റീജിയൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഇതൊരു ഒബ്സ്ട്രക്ഷൻ ആണ്. എടാ ഇത് രണ്ടും ഒരു ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഇവിടെ നമുക്ക് ലൈറ്റ് കിട്ടും, ശരിയല്ലേ? കാരണം ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്, ലൈറ്റ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഈ റീജിയനിൽ നമുക്ക് ലൈറ്റ് കിട്ടും. ഇവിടെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക, ഇതിന്റെ മുകളിൽ നമ്മൾ ഷാഡോ പ്രതീക്ഷിക്കും, ഇതിന്റെ താഴെ നമ്മൾ ഷാഡോ ആണ് പ്രതീക്ഷിക്കുക. പക്ഷേ ഈ റീജിയനിൽ നമുക്ക് എന്ത് കിട്ടി, ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്കും കിട്ടി. ഇന്റൻസിറ്റി വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഷാഡോ ദാറ്റ് മീൻസ് ലൈറ്റ് പോകാത്ത റീജിയൻ, കാരണം ഇവിടെ ഒബ്സ്ട്രക്ഷൻ ആണ്, ഇവിടെയൊക്കെ ഒബ്സ്ട്രക്ഷൻ ആണ്. അപ്പൊ ലൈറ്റ് പോകാത്ത റീജിയൻ ഇല്ലേ, പക്ഷെ ഇവിടെ എന്ത് നടന്നു, ഈ റീജിയനിലും നമുക്ക് എന്ത് കിട്ടി, ആൾട്ടർനേറ്റ് ബ്രൈറ്റും ഡാർക്കും കിട്ടി. അതിന് കാരണം എന്താണ്, ഇങ്ങോട്ടേക്ക് ലൈറ്റ് ബെൻഡ് ചെയ്ത് പോയി എന്നർത്ഥം. ആ ഫിനോമിനെ നമ്മൾ എന്തെന്ന് പറയാ, ഡൈഫ്രാക്ഷൻ. ക്ലിയർ? അതേപോലെ അടുത്ത എക്സാമ്പിൾ ഇതാണ്, നിങ്ങളെ ലൈറ്റ് എന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വെച്ചു, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് പ്രതീക്ഷിക്കും, ഇവിടെ ഷാഡോ അല്ലെങ്കിൽ ഡാർക്ക് അല്ലേ പ്രതീക്ഷിക്കുക. ലൈറ്റ് എങ്ങോട്ടാ പോവുക, ലൈറ്റ് നമുക്ക് ഇങ്ങോട്ടേക്കൊക്കെ പാസ് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക, എടി ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു, ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഷാഡോ പ്രതീക്ഷിക്കും, ഡാർക്ക് റീജിയൻ. പക്ഷേ അവിടെ എന്ത് ഫോം ചെയ്തു, ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ അപ്പേർച്ചറിലൊക്കെ തട്ടിയിട്ട് ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബെൻഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഷാഡോ ഒബ്സേർവ്ഡ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓൺ ഷാഡോ റീജിയൻ. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ഈ രണ്ട് എക്സ്പെരിമെന്റും ഈ രണ്ട് ചിത്രം വരച്ചാലും നമുക്കറിയാം ആ ഒബ്സ്ട്രക്ഷൻ വരുന്ന റീജിയനിൽ ഷാഡോ റീജിയൻ ആണ്. പക്ഷേ എക്സ്പെരിമെന്റലി ആ ഷാഡോ വരുന്നതിന് പകരം അവിടെ അവർക്ക് എന്ത് കിട്ടി, ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റും ഡാർക്കും ബാൻഡ്സ് കിട്ടി. അതെന്താണ് പ്രൂവ് ചെയ്യുന്നത്, ആ റീജിയനിലേക്കൊക്കെ ലൈറ്റ് ബെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ബെൻഡിങ് എന്നുള്ള ഫിനോമിനൻ ലൈറ്റിന് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് എവിടെ സംഭവിക്കുന്നത്, ഒരു സ്മോൾ അപ്പേർച്ചർ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ലൈറ്റ് വേവ്സ് ബെൻഡ് ചെയ്ത് സൂപ്പർ ഇമ്പോസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. ക്ലിയർ? അപ്പൊ ആ ഒരു ഫിനോമിനാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിനെ നമ്മൾ എന്തെന്ന് പറയാ, ഡൈഫ്രാക്ഷൻ. അപ്പൊ ഈ ഡൈഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇനി ഞാൻ പറയുന്നത്. ഈ ഡൈഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എല്ലാ കേസിലും ഡൈഫ്രാക്ഷൻ സംഭവിക്കില്ല. അപ്പൊ ഈ ഡൈഫ്രാക്ഷൻ സംഭവിക്കാനുള്ള റീസൺ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അടുത്തത് പറയുന്നത്. സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അപ്പോൾ
ആ സ്മോൾ അപ്പേർച്ചറിന്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യും ഡൈഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ, ബെൻഡിങ് സംഭവിക്കണമെങ്കിൽ. അപ്പൊ ലൈറ്റ് വേവ്സിന് വരുന്ന ലൈറ്റ് വേവിന് ബെൻഡിങ് സംഭവിക്കണമെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്താണ്? സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ. ആ ഒബ്സ്റ്റക്കിളിന്റെ സൈസ് ഒബ്സ്റ്റക്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ രണ്ടാമത് വേവ് ലെങ്ത്, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. അപ്പോൾ ഡൈഫ്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്, രണ്ടാമത്തെ സൈസ് ഓഫ് ഒബ്സ്റ്റക്കിൾ ബാർ അപ്പേർച്ചർ. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ ഫോർ ഡൈഫ്രാക്ഷൻ. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി കണ്ടീഷൻ, ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ. ക്ലിയർ? സൈസ് ഓഫ് ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ ഈസ് നിയർലി ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. അപ്പൊ നമുക്കറിയാം ആ അപ്പേർച്ചറിന് ഒരു സൈസ് ഉണ്ടാവും. അവിടെ ബെൻഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്പേർച്ചർ ഇല്ല, ആ അപ്പേർച്ചറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ മില്ലിമീറ്റർ ആയിരിക്കും. അത് ആർക്ക് തുല്യമായിരിക്കണം? നമ്മുടെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റിന് നിയർലി ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഫോർ ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷൻ എന്താണ്? സൈസ് ഓഫ് ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ നിയർലി ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന് നിയർലി ഈക്വൽ ആയിരിക്കണം. എ എന്ന് പറഞ്ഞാൽ അപ്പേർച്ചറിന്റെ സൈസ് ആണ്, അല്ലെങ്കിൽ സ്ലിറ്റിന്റെ വിഡ്ത്ത് ഒക്കെയാണ്. ഒരു ചെറിയൊരു ബെൻഡ് ചെയ്യാനുള്ള ഒരു കോർണർ, ഒരു സ്മോൾ റീജിയൻ ഉണ്ടാവും. നമ്മളെ എക്സ്പെരിമെന്റൽ സ്റ്റഡി വരയ്ക്കുമ്പോൾ നമ്മളത് വരയ്ക്കും. ഓക്കെ, അപ്പോൾ ആ സ്ലിറ്റിന് ചെറിയൊരു വിഡ്ത്ത് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിന്റെ സൈസിന് എന്തായിരിക്കണം? അല്ലെങ്കിൽ എന്താണ്? സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ബാർ അപ്പേർച്ചർ നിയർലി ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്. അപ്പോൾ ലാംഡ നിയർലി ഈക്വൽ ടു എന്തായിരിക്കണം? ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ അപ്പേർച്ചറിന്റെ സൈസിന് നിയർലി ഈക്വൽ ആയാലേ ഡൈഫ്രാക്ഷൻ നടക്കുകയുള്ളൂ. ക്ലിയർ? ഇപ്പൊ എന്റെ സൈസ് വളരെ വളരെ കൂടുതലാണെങ്കിൽ ഒരിക്കലും ഡൈഫ്രാക്ഷൻ നടക്കൂല. റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഒബ്സർവ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് സൈസും നിയർലി ഈക്വൽ ആയാൽ നമുക്ക് ബെൻഡിങ് നടന്ന് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും അല്ലെ? ഈ സൈസ് വളരെ കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഡൈഫ്രാക്ഷൻ ഒന്നുമില്ല, ഒരു സ്മോൾ അപ്പേർച്ചറോ ഒബ്സ്റ്റക്കിളോ ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് വേവ് പോയി ഇടിച്ചിട്ട് സ്മോൾ ബെൻഡിങ് നടക്കും. ബെൻഡ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുക? ഷാഡോ റീജിയനിലൊക്കെ നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഫോം ചെയ്യും. ആ ഒരു ഫിനോമിനെ നമ്മൾ ഡൈഫ്രാക്ഷൻ എന്ന് പറയാം. ആ ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? സൈസ് ഓഫ് ഒബ്സ്റ്റക്കിൾ ബാർ അപ്പേർച്ചർ നിയർലി ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്. ക്ലിയർ? പിന്നെ ടൈപ്സ് ഓഫ് ഡൈഫ്രാക്ഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് ഡൈഫ്രാക്ഷൻ, അതിൽ നമുക്ക് ഈ സെക്കൻഡ് ഡേ പഠിക്കാനുള്ളൂ. ഫ്രണ്ട് ഹോഫർ ഡൈഫ്രാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. ആദ്യത്തെ ഡൈഫ്രാക്ഷൻ നമുക്ക് പഠിക്കാൻ ഇല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് ടൈപ്പ് ഡൈഫ്രാക്ഷൻ ഉള്ളത്. ഒന്ന് ഫ്രണൽ ഡൈഫ്രാക്ഷൻ, കാരണം ഇയാളാണ് ശരിക്കും ഡൈഫ്രാക്ഷൻ കണ്ടുപിടിച്ചത്. ഫ്രണൽ, FRES വരുന്നത്, ഫ്രസ്നൽ അല്ല, പ്രൊനൗൺസിയേഷൻ ഫ്രണലാണ്. FRESNEL, ഫ്രണൽ ഡൈഫ്രാക്ഷൻ. അടുത്ത ഫ്രാങ്ക് ഹോഫർ ഡൈഫ്രാക്ഷൻ. രണ്ട് സയന്റിസ്റ്റ് ആണ്, FRAUNHAUFFER, ഫ്രണ്ട് ഹോഫർ ഡൈഫ്രാക്ഷൻ. അപ്പൊ ഈ ഫ്രണൽ ഡൈഫ്രാക്ഷൻ പറയുന്നത് വെച്ചാൽ ഈ സോഴ്സും സ്ലിറ്റും, കാരണം ഇത് സിംഗിൾ സ്ലിറ്റ് ആണ്. ശ്രദ്ധിക്കുക, ഇന്റർഫിയറൻസും ഡൈഫ്രാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയും ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം. ഇപ്പൊ മനസ്സിലാക്കുക, ഫ്രണൽ ഡൈഫ്രാക്ഷൻ എന്താ വെച്ചാൽ സോഴ്സും സ്ലിറ്റും കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. ഇത് സ്ലിറ്റ് ആണെങ്കിൽ സോഴ്സ് ഒരുപാട് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് വരണം. അപ്പോൾ സണ്ണും സ്ലിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണൽ ഡൈഫ്രാക്ഷൻ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോഴ്സ് ആൻഡ് സ്ലിറ്റ് കെപ്റ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. അപ്പൊ ലൈറ്റ് വന്ന് ഇടിക്കുന്ന ഒരു സോഴ്സ് ഇല്ലേ, അതും ആ ഡൈഫ്രാക്ഷൻ നടക്കാൻ ഒരു സിംഗിൾ സ്ലിറ്റ് വേണം. അവരും തമ്മിലുള്ള സെപ്പറേഷൻ ഇൻഫിനിറ്റ് ആണെങ്കിൽ അതാണ് ഫ്രണൽ ഡൈഫ്രാക്ഷൻ. ഫ്രണ്ട് ഹോഫർ ഡൈഫ്രാക്ഷൻ എന്താ വെച്ചാൽ സോഴ്സ് ആൻഡ് സ്ലിറ്റ് കെപ്റ്റ് അറ്റ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഇപ്പൊ ഇതാണ് സ്ലിറ്റ് എങ്കിൽ ഇവിടെ സോഴ്സ്, ഇത് സോഴ്സ്, ഇത് സ്ലിറ്റ്. ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ സോഴ്സിന് ഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ സ്ലിറ്റിലേക്ക് ലൈറ്റ് റൈസ് വന്ന് ഇടിക്കും, അപ്പേർച്ചറിലൂടെ ബെൻഡിങ് നടക്കും, നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഓക്കെ, അതാണ് ആര്? ഫ്രണ്ട് ഹോഫർ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഡൈഫ്രാക്ഷൻ. അപ്പോൾ ആ പോയിന്റുകൾ ഓരോന്ന് കൃത്യമായിട്ട് എഴുതിയാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? നേരത്തെ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിച്ചില്ലേ, അതേപോലെ ഒരു സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്, അതും ഇതേപോലെ നമുക്ക് പഠിക്കാനുണ്ട്. സെൻട്രലുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ആൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക്. പക്ഷേ ഇന്റർഫിയറൻസുമായിട്ട് ഡിഫറൻസ് ഉണ്ട്, ഇന്റൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്, വിഡ്ത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും അങ്ങോട്ടും മാറിപ്പോകരുത്. ഇന്റർഫിയറൻസും അതേപോലെ തന്നെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം ഇന്റർഫിയറൻസിലേക്ക് വരില്ല, കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇയാളെ മിനിമം അവിടെ മാക്സിമത്തിന് കണ്ടീഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്, പാത്ത് ഡിഫറൻസിൻ്റെ ഒക്കെ. അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതാണ് ഡൈഫ്രാക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക, നമ്മുടെ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ, ഇൻ്റർഫിയറൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ
ഡൈഫ്രാക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഡൈഫ്രാക്ഷൻ? ബെൻഡിങ് ഓഫ് ലൈറ്റ് വേവ്സ് വെൻ ഹിറ്റ് ഓൺ എ ഒബ്സ്റ്റക്കിൾ ഓർ അപ്പേർച്ചർ. അപ്പോൾ അപ്പേർച്ചറോ അല്ലെങ്കിൽ സ്മോൾ ഒബ്സ്റ്റക്കിളുടെയോ എറൗണ്ട് ഇടിച്ചിട്ട് ലൈറ്റിന് എന്ത് സംഭവിക്കാം? ബെൻഡിങ് സംഭവിക്കാം. അപ്പോൾ ആ ഷാഡോ റീജിയനിലേക്കൊക്കെ നമുക്ക് ലൈറ്റിന് മൂവ് ചെയ്യാൻ പറ്റും ഈ ബെൻഡിങ് കാരണം. അപ്പോൾ ആ ഫിനോമിനായിരുന്നു എന്ത്? ഡൈഫ്രാക്ഷൻ. നമ്മളത് ഫ്രണ്ട് ഹോഫർ ഡൈഫ്രാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സ്ലിറ്റ് ആൻഡ് സോഴ്സ് ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. അതൊരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്, പാരലാണ്, പക്ഷെ ഡിസ്റ്റൻസ് ഫൈനൈറ്റ്. അവിടെ ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് ഫൈനൈറ്റ് ആക്കും. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രണ്ട് ഹോഫർ ഡൈഫ്രാക്ഷൻ ആണ്. അതിൽ തന്നെ ഡൈഫ്രാക്ഷൻ അറ്റ് സിംഗിൾ സ്ലിറ്റ്, ഡൈഫ്രാക്ഷൻ അറ്റ് സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇൻ്റർഫിയറൻസിൽ ഒരു മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാൽ ഇൻ്റർഫിയറൻസിൽ 2 സോഴ്സ് ഉണ്ടായിരുന്നു, S1 S2. ആ S1 S2 എന്ന് പറഞ്ഞാൽ 2 കൊഹിരൻറ്റ് സോഴ്സസ് വരുന്ന വേവ് ഫ്രണ്ട് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടായിരുന്നു നമുക്ക് സ്ക്രീനിൽ ആൾട്ടർനേറ്റ് ബ്രൈറ്റും ഡാർക്ക് ഫ്രിഞ്ചും കിട്ടിയത് ഇൻ്റർഫിയറൻസിൽ. പക്ഷേ ഡൈഫ്രാക്ഷൻ സിംഗിൾ സ്ലിറ്റ് ആണ്, ഒറ്റ സ്ലിറ്റേ ഉള്ളൂ ഈ AB. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ അല്ലെ, ഈ ABയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് വരുന്ന വേവ് ഫ്രണ്ടുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. അതിനുശേഷമാണ് നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിന് ശേഷം ഇൻ്റർഫിയറൻസിൻ്റെയും ഡൈഫ്രാക്ഷൻ്റെയും ഡിഫറൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ AB എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ഓഫ് സിംഗിൾ സ്ലിറ്റ് ആണ്. AB എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ഓഫ് സിംഗിൾ സ്ലിറ്റ്. കാരണം ഒറ്റ സ്ലിറ്റേ ഉള്ളൂ, അതിൻ്റെ വിഡ്ത്ത് ആണ്. നമ്മൾ സാധനം സ്മോൾ ലെറ്റർ A ആണ് എടുക്കാറ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? AB. ഈ AB എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് സിംഗിൾ സ്ലിറ്റ്. അങ്ങനെ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്, ഡൈഫ്രാക്ഷൻ സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ ഒരു സിംഗിൾ സ്ലിറ്റ് ഉണ്ട് AB, അതിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുക്കാറ് സ്മോൾ ലെറ്റർ A ആണ്. ഞാൻ ഈ റെപ്രസെൻറ്റ് ചെയ്തില്ല, റെഡ് കളറിൽ റെപ്രസെൻറ്റ് ചെയ്തില്ല, സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത് ഇതിൻ്റെ വിഡ്ത്ത് ആണ്. ക്ലിയർ? ഇനി എന്താ സംഭവിക്കുക? മീൻസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട് ഹിറ്റ് ഓൺ AB. ഇപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട്, ഈ ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത് അതിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട് എവിടെ വന്ന് ഇടിച്ചു? AB. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ABയിലെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഹിറ്റ് ഓൺ AB. അപ്പോൾ സെക്കൻഡറി wavelet from different part of AB superimpose and form diffraction pattern on screen. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ABയിലേക്ക് എന്ത് വന്ന് വീണു? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ABയിൽ വന്ന് വീണു. അപ്പോൾ ABയിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് വേവ് ഫ്രണ്ടുകൾ ഫോം ചെയ്യും. ഈ A and B ആരാവും? സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആയി മാറും. ഈ A and B സോഴ്സ് ഓഫ് സെക്കൻഡറി ഡിസ്റ്റർബൻസ് ആയി മാറും. അവിടുന്ന് വരുന്ന സെക്കൻഡറി വേവ്ലെറ്റ് കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? സ്ക്രീനിൽ നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പ്ലെയിൻ വേവ് ഫ്രണ്ട് ഹിറ്റ് ഓൺ AB, സെക്കൻഡറി വേവ്ലെറ്റ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് AB. കാരണം ഇത് സിംഗിൾ സ്ലിറ്റ് ആണ് അല്ലേ? അപ്പോൾ ഡിഫറെൻറ്റ് പാർട്ട് എന്നാണ് വേവ് ഫ്രണ്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡറി വേവ്ലെറ്റ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് AB സൂപ്പർ ഇമ്പോസ് ആൻഡ് ഫോംസ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഓൺ സ്ക്രീൻ. പിന്നെ വരുന്ന വേവ് ഫ്രണ്ടിലേക്ക് കൺവേർജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെൻസ് ഉപയോഗിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഈ കോൺവെക്സ് ലെൻസ് എന്താണ്? കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. ഈ കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്ത് ഈ വേവ് ഫ്രണ്ടിനെ ഒന്ന് ഡൈവേർജ് ചെയ്ത് സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്. ക്യാപിറ്റൽ D ആരാണ്? ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ ഇന്റർഫിയറൻസിൽ അതേ സംഭവം തന്നെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ അല്ലെ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ, അതാണ് ക്യാപിറ്റൽ D. നമ്മൾ സാധനം 1 മീറ്റർ ഒക്കെ എടുക്കാറുണ്ട്. ഇത് വളരെ വളരെ സ്മോൾ ആയിരിക്കും അല്ലെ? അവിടെ നമ്മൾ സ്മോൾ ലെറ്റർ D ആയിരുന്നു എടുത്തത്, അതിനവരുടെ സ്മോൾ ലെറ്റർ A ആണ് നമ്മൾ എടുക്കുന്നത് ഈ സ്ലിറ്റിന്റെ വിഡ്ത്ത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ AB എന്ന് വരുന്ന സെക്കൻഡറി വേവ് ഫ്രണ്ടുകളൊക്കെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? സ്ക്രീനിൽ ആൾട്ടർനേറ്റ് ബ്രൈറ്റ് ഡാർക്ക് കിട്ടും. ആ പാറ്റേൺ നമ്മൾ ഡൈഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ ഈ O എന്ന് പറയുന്നത് സെന്റർ ആണ്. കാരണം ഈ AB എന്ന് പറയുന്നത് വിഡ്ത്ത്, അതിന്റെ എക്സാക്ട് മിഡിലാണ് M. ഇവിടെ AB എന്ന് പറയുന്നത് വിഡ്ത്ത്, അതിന്റെ ഏറ്റവും മിഡിൽ പോയിന്റ് ആണ് M.
അപ്പൊ എം എന്നൊരു സ്ട്രെയിറ്റ് ചെയ്യാൻ വരച്ചു. അപ്പൊ ഇതാണ് ഒ, ഇതാണ് ഒ. ക്ലിയർ? എന്തായാലും നമുക്കറിയാം ഓയിലെത്തുമ്പോൾ ഒരു ഇൻഫേസിലായിരിക്കും. കാരണം ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വരുന്ന ആൾ ഇവിടെ എത്തും, ബി എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് ആൾ ഇവിടുന്ന് എത്തും. ഒരേ സമയത്ത് ഒരേ ഫേസിലാണ് അവർ ഓയിലെത്തുക. അപ്പോൾ ഓയിൽ എപ്പോഴും നമ്മൾ എന്തേ കിട്ടുള്ളൂ? ഓ എന്ന് പറഞ്ഞാൽ സെന്റർ ആണ്. സെന്ററിൽ എപ്പോഴും എന്തേ കിട്ടുള്ളൂ? ബ്രൈറ്റ് ഫ്രിഞ്ചേ കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ഈ എ എന്ന് പറയുന്ന ആള് എ ഓയിലെത്തും, ബി എന്ന് പറഞ്ഞ ആള് ബി ഓയിലെത്തും. അപ്പൊ എന്ത് സംഭവിക്കും? എ ഒ എന്ന് പറഞ്ഞാൽ ഈ ബി ഒയും ഇൻ ഫേസിലായിരിക്കും. അവർ ഒരേ സമയത്താണ് ഇവിടെ എത്തുക. ദാറ്റ് മീൻസ് അവരുടെ ബിഹേവിയർ സെയിം ഇൻ ഫേസിലാണ്. ഇൻ ഫേസിലാകുമ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ആണ് നടക്കുക. അപ്പോൾ മിഡിൽ നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ ഞാനിപ്പോൾ ഒരു സംഭവം ഇവിടെ കാണിക്കുക തന്നെയായിരിക്കും. ഇപ്പൊ ഞാനൊരു ഇങ്ങനെ പോയി വിചാരിക്കും. ഓക്കെ, ഇവിടുന്ന് ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്തതിനു ശേഷം ഈ ഒരു പോയിന്റിൽ, അപ്പോൾ ഞാൻ സെന്റർ ഞാൻ നോക്കുന്നില്ല, അതിന് ശേഷം ഒരു പോയിന്റാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ അടുത്തത് ബി എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് ഒരാൾ വന്നു, അതും അതേപോലെ ബെൻഡ് ചെയ്ത് അവസാനം അയാൾ ഇവിടെ പോയി മീറ്റ് ചെയ്തു. ക്ലിയർ? അപ്പോൾ എ എന്നും ബി എന്നും ഞാൻ രണ്ട് വേവ് ഫ്രണ്ടുകൾ കാണിച്ചിട്ടുണ്ട്. സെക്കൻഡറി വേവ് ഫ്രണ്ട്, ആ സെക്കൻഡറി വേവ് ഫ്രണ്ട് എവിടെ പോയി? ലെൻസ് ജസ്റ്റ് അവരെ കൺവേർജ് ചെയ്യിക്കും. എന്നിട്ട് പിയിൽ പോയിട്ട് അവർ മീറ്റ് ചെയ്തു. ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുത്തു അല്ലേ? അപ്പോൾ നമ്മൾ സെന്റർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം സെന്ററിൽ എപ്പോഴും ബ്രൈറ്റേ ഫോം ചെയ്യുള്ളൂ. കാരണം അതിലേക്ക് ആ വേവ് ഫ്രണ്ട് ഒരേ ഫേസിലാണ് വരിക. കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് നടക്കുക. നമുക്ക് സെന്ററിന്റെ രണ്ട് സൈഡുമാണ് നോക്കേണ്ടത്. അപ്പോഴാണ് ഡിസ്ട്രക്റ്റീവും കൺസ്ട്രക്റ്റീവും നടക്കുക. അപ്പൊ അതിന് ഒരു പോയിന്റ് ഞാൻ പി നിർത്തും. ആ പി എന്ന് പറഞ്ഞ പോയിന്റ് സെന്ററിന് എക്സ് ഡിസ്റ്റൻസിലാണ്. ക്ലിയർ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഒരു സംഭവം വരയ്ക്കുകയാണ്. ഈ സെന്ററിന്ന് ഇതാണ് സെന്റർ പോയിന്റ് ആണ് എം. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു സംഭവം സ്ട്രെയിറ്റ് ഇത് ശരിക്കും ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് സെൻറ്ററിലേക്ക് വരച്ചു. ഈ ആംഗിളാണ് തീറ്റ. ഇവിടെ ഈ ആംഗിളാണ് ആര്? തീറ്റ. മാറിപ്പോയത്. ഈ ആംഗിളാണ് തീറ്റ. ക്ലിയർ ആണോ പിക്ചർ? ഇവിടെ പിക്ചർ വ്യക്തമല്ലേ? അപ്പോൾ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ, എയിൽ നിന്നൊരു വേവ് ഫ്രണ്ട് പോയി ഇങ്ങനെ പോയിട്ട് പിയിൽ പോയി മീറ്റ് ചെയ്തു. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ വേവ് ഫ്രണ്ട് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ നടന്നു, പിയിൽ പോയിട്ട് മീറ്റ് ചെയ്തു. പി എന്ന് പറഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് ആണ് അല്ലേ? പി ബി എ പോയിന്റ് അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ. എക്സ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ. സെന്ററിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഒ എന്ന് പറഞ്ഞാൽ സെന്റർ ആണ്, നമുക്കറിയാം അല്ലെ? ഒ എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ആണ്. ഫ്രം സെന്റർ ഒ. ക്ലിയർ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ എം എന്ന് പറയുന്നത് എ ബിന്റെ എക്സാക്ട് മിഡിലാണ്. ഈ എം എന്ന് പറയുന്നത് എ ബിന്റെ എക്സാക്ട് മിഡിൽ. അതുകൊണ്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ അയാൾ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ആണ് എന്ത്? തീറ്റ. അയാൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ക്ലിയർ? എടി ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ഈ ലൈറ്റ് റേസ് ഇങ്ങനെ പോയി, ഈ ലൈറ്റ് റേസ് ഇങ്ങനെ പോയി. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. എടി ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വെച്ച് എ സി. ഈ എ സി നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ ശരിക്കും എയും ബിയും ഇങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പൊ എ ബി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശരിയല്ലേ? ഇപ്പൊ എ ബി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശരിക്കും എ ബി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? രണ്ടാൾ ഒരേ സമയത്താണോ പിയിലെത്തുക? അല്ല, സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്ക് പാത്ത് ഡിഫറൻസ് ഉണ്ട് അല്ലേ? കാരണം എയിൽ നിന്ന് വന്ന വേവ് ഫ്രണ്ട് പിയിലെത്താനെടുത്ത് അതേ സമയമായിരിക്കില്ല ബി എടുക്കുക. ബി കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, ശരിയാണോ? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക? പാത്ത് ഡിഫറൻസ് നോക്കണം. ആ പാത്ത് ഡിഫറൻസ് നമ്മൾ എങ്ങനെ കാണാം? പാത്ത് ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ശരിക്കും ബി പി മൈനസ് എ പി ചെയ്താൽ മതി. പാത്ത് ഡിഫറൻസ് കാണാൻ ബി പി മൈനസ് എ പി ചെയ്താൽ മതി, ശരിയല്ലേ? കാരണം ഈ ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലായിരിക്കും. എടാ ബിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും എ ടു പി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ആ ഡിഫറൻസ് ബി സി ആയിരിക്കൂലേ? എടാ ശരിക്കും ഇങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അവർ ഇവിടെ പോയി മീറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ഈ ഒരു ഡിഫറൻസ് അല്ലേ? എടാ ഈ ഒരു വ്യത്യാസമല്ല വരും. കാരണം ഒരു പെർപെൻഡിക്കുലർ വരച്ച് ഇവിടുന്ന് ഇപ്പൊ അങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് സെയിം ആയിട്ടല്ലേ വരിക? ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് സി. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ? അപ്പൊ ഈ ബി സി എന്ന് പറഞ്ഞാലേ അവർ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നിയർലി നോക്കുന്ന സമയത്ത് ഈ ബി സി എന്ന് പറയുന്നതല്ലേ അവർക്കിടയിലുള്ള വ്യത്യാസം, ശരിയാണോ? അപ്പൊ ഈ ബി പി മൈനസ് എ പി നിയർലി ഈക്വൽ ടു എന്താ എഴുതാ? ബി സി. അപ്പൊ ഈ ബി സി കണ്ടുപിടിച്ചാൽ അതാണ് പിയിലേക്കുള്ള പാത്ത് ഡിഫറൻസ്. ക്ലിയർ അല്ലേ? അതാണ് പിയിലേക്കുള്ള പാത്ത് ഡിഫറൻസ്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്?
അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി എ പി ഇത്, ബി പി ഇത്, രണ്ട് ഡിസ്റ്റൻസും സെയിം അല്ല. ദാറ്റ് മീൻസ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പോയിന്റിലേക്ക് എ എന്ന് എത്തുന്ന വേവ് ഫ്രണ്ടും ബി എന്ന് എത്തുന്ന വേവ് ഫ്രണ്ടും ഇൻ ഫേസിലല്ല, അവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. കാരണം അവർ ഒരേ സമയത്തല്ല പിയിലെത്തുക. കാരണം അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്, ബിയിൽ നിന്ന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ ഫേസിലായിരിക്കില്ല അവർ പിയിലെത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പിയിലേക്ക് ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. ആ പാത്ത് ഡിഫറൻസ് എളുപ്പത്തിൽ ബി സി നോക്കിയാൽ മതി. കാരണം എയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ ഈ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത്, ശരിയല്ല? കാരണം ഇവിടുന്ന് രണ്ടും സെയിം ആണ്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് നോക്കുക, ഈ പോയിന്റ് നോക്കുക, ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത്. അല്ല, ഈ ഒരു വ്യത്യാസം, ആ ഒരു വ്യത്യാസം ബി സി ആണ്. എടാ, ഈ ഒരു വ്യത്യാസം ബി സി അല്ലേ? അപ്പോൾ ബി സി ആണ് അവർക്കിടയിലുള്ള പാത്ത് ഡിഫറൻസ്. ക്ലിയർ ആണോ? ഇനി ഞാൻ ആ പാത്ത് ഡിഫറൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. പാത്ത് ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് പി എന്ന് പറഞ്ഞ പോയിന്റിൽ കൺസ്ട്രക്റ്റീവിനും ഡിസ്ട്രക്റ്റീവിനും അപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ആദ്യം ഞാൻ പാത്ത് ഡിഫറൻസ് ബി സി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ മെത്തേഡാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഇതാണ് എ ബി എന്ന് പറഞ്ഞ പോയിന്റ്, ശ്രദ്ധിക്കുക. ഇതാണ് എ ബി, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് എ. സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇതാണ് ഇപ്പം നിങ്ങളെ പെർപെൻഡിക്കുലർ വരച്ചത് അല്ലേ? ഇതാണ് ഇപ്പം നിങ്ങളുടെ പെർപെൻഡിക്കുലർ നിങ്ങൾ വരച്ചു. ഓക്കെ, ഇതാണ് സി. ബി സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? എടാ, നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര തന്നെ വരിക? ഈ ആംഗിൾ, കാരണം നമുക്കറിയാം ഇങ്ങനെയാണ്. ഇപ്പം ഈ എം എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് എം എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ അയാൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ തീറ്റ? ഇത് എം ആണെങ്കിൽ അയാൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ തീറ്റ? അപ്പൊ ഈ പോയിന്റ് ആണ് ആര്? ബി. അപ്പൊ ബിന്ന് സി ഇങ്ങനെ തന്നെ അല്ലേ പോണ്? അപ്പൊ ഈ ആംഗിളും തീറ്റ തന്നെ അല്ലേ വരിക? രണ്ടും പാരലല്ലേ? എം എന്ന് പറഞ്ഞ ആൾ ഉണ്ടാക്കുന്ന ആംഗിൾ, ചിത്രം നോക്ക്. എടാ, എം എന്ന് പറഞ്ഞ ആൾ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ തീറ്റ? അതാണ് തീറ്റ. ഇപ്പൊ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് ഇങ്ങനെ പോവാണ്. അതൊക്കെ ഞാൻ ഇങ്ങനെ വരച്ചു, പാരലായിട്ട് വരച്ചാൽ ഇത് രണ്ടും പാരലല്ലേ? ഇത് രണ്ടും പാരലൽ, ഇത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ വരിക? തീറ്റ തന്നെയാണ് വരിക, ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്ര തന്നെയായി? തീറ്റയായി. മനസ്സിലായ കോൺസെപ്റ്റ്? ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ആരായി? എടാ, ഈ ആംഗിൾ തീറ്റയായി. എടാ, ആംഗിൾ തീറ്റയായി കഴിഞ്ഞാൽ ഈ ആംഗിൾ സ്വാഭാവികമായിട്ട് ആരാവും? 90 മൈനസ് തീറ്റയാവും. ഈ ആംഗിൾ 90 മൈനസ് തീറ്റയാവില്ലേ? എടുത്ത് 90 മൈനസ് തീറ്റയായാലും ഇത് പെർപെൻഡിക്കുലർ അല്ലേ? ഇത് എത്ര വരിക? ഇത് 90 വരും, ശരിയാണോ? ക്ലിയർ ആണോ? എടാ, എ ബി സി നോക്ക്. എ ബി സിയിൽ ഈ ആംഗിൾ ആണ് ശരിക്കും തീറ്റ. ആ ആംഗിൾ തീറ്റയാൽ ഇതും തീറ്റയായിരിക്കും. എടാ, ഇവിടെ ഒരു പാരൽ വരച്ചപ്പോഴല്ലേ ഈ ആംഗിൾ തീറ്റയത്? അപ്പൊ ഇവിടെ ഒരു പാരൽ വരച്ചാൽ ഇതും തീറ്റയാവും. എടാ, ഇത് തീറ്റയാൽ തൊട്ട് മുകളിലുള്ള ആംഗിൾ 90 മൈനസ് തീറ്റ വരും. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് 90 ആവും. അപ്പൊ ഇത് 90 മൈനസ് തീറ്റ, ഇത് 90. അപ്പൊ സ്വാഭാവികമായിട്ടും മുകളിലുള്ള ആംഗിൾ തീറ്റ തന്നെയല്ലേ വരിക? മനസ്സിലായോ? എടാ, ശരിക്കും നമ്മുടെ ചിത്രത്തിലെ തീറ്റ ഇതാണ്. പക്ഷെ ഈ ആംഗിൾ നിങ്ങൾക്ക് തീറ്റ ആയിട്ട് തന്നെ കിട്ടുക. കാരണം നമ്മളെ ഈ ആംഗിൾ തീറ്റ വരും. ഈ ആംഗിൾ തീറ്റ വന്നാൽ തൊട്ട് മുകളിലുള്ള ആംഗിൾ, ഇത് പെർപെൻഡിക്കുലർ ആണ്, തൊട്ട് മുകളിലുള്ള ആംഗിൾ 90 മൈനസ് തീറ്റ. 90 മൈനസ് തീറ്റ വന്നാൽ ഇത് പെർപെൻഡിക്കുലർ, ഇതും 90. അപ്പൊ 90 മൈനസ് തീറ്റ 90. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് എത്ര വരിക? ഇത് തീറ്റ വരും. അപ്പോഴല്ലേ മൊത്തത്തിൽ 180 കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടുക? അതായത് എം ആണ്. ഈ ആംഗിൾ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടുക? തീറ്റ തന്നെയാണ് കിട്ടുക. ക്ലിയർ ആണോ? ഈ ആംഗിൾ നമുക്ക് തീറ്റ തന്നെയാണ് കിട്ടുക. സംശയം ഉണ്ടല്ലോ? ചില സംശയം ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ചിത്രം കൃത്യമായിട്ട് വരയ്ക്കണം കേട്ടോ. ചിത്രം കൃത്യമായിട്ട് വരയ്ക്കണം. അപ്പൊ ആ ആംഗിൾ നമുക്ക് എത്ര തന്നെ കിട്ടി? തീറ്റ കിട്ടി. മുകളിലത്തെ ആംഗിൾ നമുക്ക് തീറ്റ കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ആംഗിൾ ഇപ്പോ തീറ്റയായി. ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഏകദേശം ചിത്രം ഇപ്പൊ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ആ ചിത്രം വരിക. ഇത് എ, ഇത് ബി, ഇത് സി, ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഇത് എ, ഇത് എ. ക്ലിയർ അല്ലേ? ഇത് എ. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇതിൽ ബി സി നമുക്ക് അറിയാനാണ്. ഈ ബി സി എന്നാണ് പാത്ത് ഡിഫറൻസ്. ബി സി എന്ന് പറയുന്നതാണ് പാത്ത് ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഇവിടെ സൈൻ തീറ്റ എന്താ വരിക? ഈ ചിത്രത്തിൽ സൈൻ തീറ്റ എന്താ വരിക? സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ? ബി സി ബൈ എ ബി. Sin theta is equal opposite by hypotenuse BC by AB. So this is equal to BC by AB, width of the slit, smaller tray. And BC എന്ത് കിട്ടും? BC equal to A sin theta. ഈ BC ആണ് ആര്?
ഈ ബി സി ആണ് ഇങ്ങോട്ടേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമ്മൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയാം. കാരണം എ പിയിലേക്ക് പോകാനും ബി പിയിലേക്ക് എത്താനുള്ള വ്യത്യാസം അത് ബി സി ആണ്. ആ ബി സി ആണ് ആര്? പാത്ത് ഡിഫറൻസ്. സോ പാത്ത് ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? എ സൈൻ തീറ്റ കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ രണ്ടും രണ്ടാണ്, മാറിപ്പോകരുത്. ഇന്റർഫിയറൻസ് നമ്മൾ വേറെ രീതിയിലാണ് ചെയ്തത്. എക്സ് ഡി ബൈ ഡി ആണ് കിട്ടിയ പാത്ത് ഡിഫറൻസ് അല്ല. രണ്ട് പ്രോസസ്സാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഡൈഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടുത്തെ പാത്ത് ഡിഫറൻസ് എപ്പോഴും ആർക്ക് തുല്യമാണ്? എ സൈൻ തീറ്റയ്ക്ക് തുല്യമാണ്. ക്ലിയർ? ഈ ബി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് പാത്ത് ഡിഫറൻസ്. ആ ബി സി എപ്പോഴും ആർക്ക് തുല്യമാണ്? എ സൈൻ തീറ്റയ്ക്ക് തുല്യമാണ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി എ സൈൻ തീറ്റ. ക്ലിയർ? ഇനി നമുക്കറിയാം സെന്ററിൽ അല്ലെ. അപ്പൊ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി എ സൈൻ തീറ്റ. ഇനി അടുത്ത സെന്ററിൽ എന്താ സംഭവിക്കുക? സെന്ററിൽ വേവ്ലെറ്റ് ഫ്രം എ ബി, ഡിഫറെന്റ് പാർട്ട് ഓഫ് എ ബി കേട്ടോ. വേവ്ലെറ്റ് ഫ്രം എ ബി റീച്ച് അറ്റ് O ഇൻ ഫേസ്. ശരിയല്ലേ? എടാ ഈ എ ബി എന്നുള്ള സ്ലിറ്റിന്റെ ഡിഫറെന്റ് പാർട്സ് എന്നുള്ള വേവ്ലെറ്റ് ഓല് ഒരേ സമയത്തല്ലേ എത്തുക. ദാറ്റ് മീൻസ് ഇതാണ് എ ബി, ഇതാണ് ആര്? O. ഇവിടുന്ന് ഒരേ സമയത്താണ് എത്തുക, അല്ലെ ഈ വേവ്ലെറ്റ് ഒരേ സമയത്താണ് ഓയിലെത്തുക. അപ്പോൾ അവിടെ O എന്തായിരിക്കും? ഫേസ് ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ ഫേസിലായിരിക്കും അല്ലേ. അപ്പോൾ വേവ്ലെറ്റ് ഫ്രം എ ബി റീച്ച് അറ്റ് O ഇൻ ഫേസ്. സോ ഫേസ് ഡിഫറൻസ് എത്രയാണ് വരിക? ഫേസ് ഡിഫറൻസ് 0 അല്ലേ. കാരണം ഇയാളെത്തിയ അതേ ഫേസ് ആയിരിക്കും ഇയാൾക്കും. ഓയിലേക്ക് എയിൽ നിന്നുള്ള അതേ ഫേസ് ആയിരിക്കും ബിയിൽ നിന്നും. കാരണം ഇവരെ പാത്ത് ഡിഫറൻസ് എത്രയാണ് വരിക? പാത്ത് ഡിഫറൻസ് BO മൈനസ് AO 0 വരും. ശരിയല്ലേ? എടാ സെന്ററിലേക്കുള്ള പാത്ത് ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ഇതും തമ്മിൽ കുറച്ചാൽ പോരെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ ഓയിലേക്കുള്ള പാത്ത് ഡിഫറൻസ് 0. പാത്ത് ഡിഫറൻസ് 0 ആയി കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസും ആരാണ്? 0. അപ്പോൾ നമുക്ക് സെൻട്രൽ എന്ത് കിട്ടും? സെൻട്രൽ മാക്സിമം കിട്ടും അല്ലെ. സെൻട്രൽ മാക്സിമം അത് കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ ആണ്. അവിടെ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ സെൻട്രൽ എന്ത് ഫോം ചെയ്യും? ബ്രൈറ്റ് ഫ്രിഞ്ച്. സെൻട്രലിൽ മാക്സിമം ഫോം ചെയ്യും. ദാറ്റ് മീൻസ് ബ്രൈറ്റ് ഫ്രിഞ്ച്. ക്ലിയർ ആണോ? സെന്ററിൽ നമുക്ക് എന്ത് കിട്ടും? ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും. ക്ലിയർ ആണോ? സെന്ററിൽ നമുക്ക് ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടി. ഓക്കെ, അപ്പൊ ചിത്രമൊക്കെ വരയ്ക്കണം കേട്ടോ. ചിത്രമൊക്കെ വരച്ച് ഇതുവരെ എഴുതുക. കാരണം ഇനി നമുക്ക് ചിത്രത്തിന്റെ ആവശ്യമില്ല, ഇതിന്റെ കണ്ടീഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി എ സൈൻ തീറ്റ. സെന്ററിൽ നമുക്ക് ഒരു സംശയമില്ല, സെന്ററിൽ ആ രണ്ട് വേവ്ലെറ്റും ഒരേ സമയത്തെത്തും ഇൻ ഫേസിൽ. അപ്പൊ അവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. സോ സെന്റർ വി വിൽ ഗെറ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച്. മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ബ്രൈറ്റ് ഫ്രിഞ്ച് നമുക്ക് എവിടെ കിട്ടും? സെന്ററിൽ കിട്ടും. ശരിയല്ലേ? സെന്ററിൽ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കുക. അടുത്തത് ഞാൻ പറയുന്നത് പൊസിഷൻ ഓഫ് മിനിമയാണ്. പൊസിഷൻ ഓഫ് മിനിമ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫ്രിഞ്ച്. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതാ പൊസിഷൻ ഓഫ് മിനിമ. പൊസിഷൻ ഓഫ് മിനിമ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഫ്രിഞ്ച്. ഡാർക്ക് ഫ്രിഞ്ച് കിട്ടുന്ന റീജിയൻ. പൊസിഷൻ ഓഫ് മിനിമ ഡാർക്ക് ഫ്രിഞ്ച്. എടാ അതിന്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ പാത്ത് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് n ലാംഡയാണ്. എന്നിന്റെ വാല്യൂസ് 1, 2, 3 എക്സെട്രാസ്. ഞാൻ അതാണ് പറഞ്ഞത്, ഇന്റർഫിയറൻസുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇന്റർഫിയറൻസ് നമ്മൾ ഓൾറെഡി കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസിന്റെ ഒക്കെ കണ്ടീഷൻസ് ഒരു ബോക്സിൽ എഴുതിയതിന് ശേഷം അതാണ് ആ പൊസിഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തത് അല്ലെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ. പക്ഷെ ഇത് അങ്ങനെയല്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇന്റർഫിയറൻസ് കൃത്യമായിട്ട് പഠിക്കുക, അതിനുശേഷം ഡൈഫ്രാക്ഷൻ പഠിക്കുക. അപ്പോൾ ഡൈഫ്രാക്ഷൻ ഓൾറെഡി നമ്മൾ ആ സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നമുക്ക് പാത്ത് ഡിഫറൻസ് കിട്ടി എ സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അത് സംശയമൊന്നുമില്ലല്ലോ. പാത്ത് ഡിഫറൻസ് നമുക്ക് എ സൈൻ തീറ്റ കിട്ടി. പിന്നെ സെന്ററിലേക്ക് ഫേസ് ഡിഫറൻസ് ഒന്നും ഇല്ല, പാത്ത് ഡിഫറൻസും ഇല്ല. അതുകൊണ്ട് സെന്ററിൽ നമുക്ക് എപ്പോഴും ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് കിട്ടുക. മാക്സിമം ഇന്റൻസിറ്റി ഉള്ള ബ്രൈറ്റ് ഫ്രിഞ്ച് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ പൊസിഷൻ ഓഫ് മിനിമയാണ് പറഞ്ഞത്. കാരണം ആൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും ബ്രൈറ്റും ഇല്ലേ, അപ്പൊ ഡാർക്ക് ഫ്രിഞ്ച് വരുന്ന റീജിയൻ അതാണ് പൊസിഷൻ ഓഫ് മിനിമ. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ് അല്ല, മിനിമ എന്ന് എന്താണ്? ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും.
ഡിസ്ട്രക്റ്റീവ് ആണ്, സൂപ്പർ പൊസിഷൻ ആണ്. ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഇസിക്കൽ എന്ത് വരും? അതിന്റെ കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഇസിക്കൽ n ലാംഡയാണ്. ഓക്കെ, പാത്ത് ഡിഫറൻസ് ഇസിക്കൽ എന്താണ്? n ലാംഡ, വേർ n ഇസിക്കൽ 1 2 3 x. ഇതൊരു സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. ഏതിന്? ഡൈഫ്രാക്ഷൻ. അപ്പൊ ഡൈഫ്രാക്ഷന്റെ കേസിൽ മിനിമം കിട്ടാൻ അല്ലെങ്കിൽ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു n ലാംഡ ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു n ലാംഡ. എന്നിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 1 2 3 എക്സെട്രാസ്. ക്ലിയർ? ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? പാത്ത് ഡിഫറൻസ് a sin തീറ്റ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? a sin തീറ്റ ഈക്വൽ ടു n ലാംഡ. ഇതാണ് മിനിമം കിട്ടാനുള്ള കണ്ടീഷൻ. ശരിക്കും ഇതാണ് മാക്സിമം ആയിട്ട് വരുന്ന ഇവിടെ ഇന്റർഫിയറൻസിൽ. അതായത് ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ വേണ്ടാന്ന്. ഈ n ലാംഡ എന്നുള്ള കണ്ടീഷൻ ഇന്റർഫിയറൻസിൽ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ കിട്ടാനുള്ള കണ്ടീഷൻ, ബ്രൈറ്റ് കിട്ടാൻ. ഇവിടെ നേരെ തിരിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻ വേണ്ട, മാറിപ്പോകരുത് എന്ന്. ഓക്കെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് ഇസിക്കൽ n ലാംഡ. ഇവിടെ എന്നിന്റെ വാല്യൂസ് 1 2 3 എക്സെട്രാസ്. സോ a sin തീറ്റ ഇസിക്കൽ n ലാംഡ. a sin തീറ്റ ഈക്വൽ ടു n ലാംഡ അല്ലേ? അപ്പൊ നമുക്ക് n-ന് 1 കൊടുത്ത് എന്ത് കിട്ടും? വേണമെങ്കിൽ സ്മോൾ ആംഗിൾസിന് എന്ത് ചെയ്യുക? സ്മോൾ ആംഗിൾസിന് സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു ആരാവും? സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ. അപ്പൊ നമ്മൾ എ തീറ്റ എന്നൊക്കെ എടുക്കാറുണ്ട് പാത്ത് ഡിഫറൻസ്. മാറിപ്പോണ്ട. സൈൻ തീറ്റ സ്മോൾ ആംഗിൾസിന് സൈൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ. അപ്പോൾ പാത്ത് ഡിഫറൻസ് എ തീറ്റ ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തെടുത്തു? എ സൈൻ തീറ്റ 1 ഈക്വൽ ടു ലാംഡ. എ സൈൻ തീറ്റ 1 ഈക്വൽ ടു ലാംഡ. ഇതാണ് എന്ത്? പൊസിഷൻ ഓഫ് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്. പൊസിഷൻ ഓഫ് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്. അപ്പോൾ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ കണ്ടീഷൻ ആണ് എന്ത്? എ സൈൻ തീറ്റ 1 ഈക്വൽ ടു എന്ത്? ലാംഡ. ഇനി n-ന് 2 കൊടുത്താലോ? n-ന് 1. n-ന് 2 കൊടുത്താലോ? n-ന് 2 കൊടുത്താൽ എ സൈൻ തീറ്റ 2 ഈക്വൽ ടു 2 ലാംഡ. ഇതാണ് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ. സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ. ക്ലിയർ? കാരണം ഇതൊക്കെ മിനിമത്തിന്റെ പൊസിഷനാണ്. n-ന് 2 കൊടുത്താൽ മതി, 2 ലാംഡ. ഇനി n-ന് 3 കൊടുത്താലോ? എ സൈൻ തീറ്റ 3 ഈക്വൽ ടു 3 ലാംഡ. ഇതാണ് തേർഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്, തേർഡ് ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷൻ. പൊസിഷൻ ഓഫ് തേർഡ് ഡാർക്ക് ഫ്രിഞ്ച്. പൊസിഷൻ ഓഫ് തേർഡ് ഡാർക്ക് ഫ്രിഞ്ച്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമം. പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമ. പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമ ബ്രൈറ്റ് ഫ്രിഞ്ച്. പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമ ബ്രൈറ്റ് ഫ്രിഞ്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്റർഫിയറൻസ് ഇയാൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. നമുക്ക് ഇന്റർഫിയറൻസിൽ എന്താ കിട്ടിയത്? അവിടെ ഇന്റർഫിയറൻസിൽ ഇത് സെന്റർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത്. ശരിയല്ലേ? ഇങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത് അല്ലേ? ഇത് നമ്മൾ എന്തെടുത്തു? സെന്റർ മാക്സിമം. ഇത് ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച്, സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇത് അഗെയിൻ ഇപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച്, സെക്കൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇത് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്. ഇത് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക് ഒരേപോലെ പോയിരുന്നു അല്ലേ? പക്ഷേ ഇന്റർഫിയറൻസിലാണ് ഇങ്ങനെ കിട്ടിയത്, ഡൈഫ്രാക്ഷനിൽ ഇങ്ങനെയല്ല. ഡൈഫ്രാക്ഷനിൽ രണ്ട് സൈഡിലേക്കും പോകുമ്പോൾ ഈ ഇന്റൻസിറ്റീസ് കുറഞ്ഞു വന്നു. ഈ ഇന്റൻസിറ്റീസ് എന്ത് ചെയ്തു? ഇന്റൻസിറ്റിന്റെ വാല്യൂ കുറഞ്ഞു വന്നു. അത് നമ്മളിനി വരയ്ക്കും ചിത്രം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇന്റർഫിയറൻസ് നമ്മൾ വരച്ചു. ഡൈഫ്രാക്ഷൻ എന്താ സംഭവിച്ചത് വെച്ചാൽ സെന്ററിൽ നമുക്ക് മാക്സിമം കിട്ടി, പിന്നെ ഇങ്ങനെയാണ് കിട്ടിയത്. സെന്ററിൽ മാക്സിമം കിട്ടി, പിന്നെ ഇന്റൻസിറ്റി ഇങ്ങനെ കുറഞ്ഞു വന്നു. ക്ലിയർ? ഇതാണ് സെന്റർ മാക്സിമം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങോട്ടേക്കുള്ള ഫേസ് ഡിഫറൻസ് 0, സെന്ററിൽ നമുക്ക് ബ്രൈറ്റ് കിട്ടി. ഇതാണ് ആര്? സെന്റർ മാക്സിമം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇതാണ് ആര്? ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്. ഇത് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച്. അങ്ങനെ പോകും. അതേപോലെ ഇതും ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക് പോയി. ക്ലിയർ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് ശരിക്ക് സെക്കൻഡ്. ഇത് ശരിക്കും ബ്രൈറ്റ് ആണ്, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി ആരിൽ നിന്ന് കുറവാണ്. ബ്രൈറ്റ് ആണ്, പക്ഷെ സെന്ററിന് അത്ര ഇന്റൻസിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് ശരിക്കും എന്ത്? സെക്കൻഡറി മാക്സിമം എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ മാക്സിമം. സെൻട്രൽ മാക്സിമത്തിന് ശേഷം വരുന്ന ആളുകളെ നമ്മൾ എന്തെന്ന് പറയാ? സെക്കൻഡറി മാക്സിമം എന്ന് പറയാം. സെക്കൻഡറി മാക്സിമം. അപ്പൊ ഇത് സെക്കൻഡറി മാക്സിമം ആണ്, ഇത് സെക്കൻഡറി മാക്സിമം ആണ്. ഇനി ഇങ്ങനെ പോകുന്നൊക്കെ സെക്കൻഡറി മാക്സിമം. കാരണം സെക്കൻഡറി മാക്സിമം എന്ന് പറയാനുള്ള കാരണം എന്താണ്? സെൻട്രൽ മാക്സിമത്തിന് അത്ര ഇന്റൻസിറ്റി ഇവർക്ക് ഇല്ല. രണ്ട് സൈഡിലേക്കും പോകുമ്പോൾ ഇന്റൻസിറ്റി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി മാക്സിമ എന്ന് പറയുന്നത്. സെക്കൻഡറി മാക്സിമ. ക്ലിയർ? അപ്പൊ സെക്കൻഡറി മാക്സിമം നിങ്ങൾ എങ്ങനെ നോക്കുക? അതിന്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ പാത്ത് ഡിഫറൻസ്.
പാത്ത് ഡിഫറൻസ് ഇസിക്കൽ 2n + 1 ഇൻറ്റു λ/2 ആണ്. എന്നിന്റെ വാല്യൂസ് 1 2 3 എക്സെട്രാസ്. എന്നിന്റെ വാല്യൂസ് 1 2 3 എക്സെട്രാസ്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമ ബ്രൈറ്റ് തന്നെ, പക്ഷെ ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് സെക്കൻഡറി മാക്സിമ എന്ന് പറയുന്നത്, സെന്ററിന് ശേഷം വരുന്ന ആളുകളെ. അപ്പൊ അത് കിട്ടാനുള്ള കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഇസിക്കൽ എന്താണ്? 2n + 1 ഇൻറ്റു λ/2 ആണ്. ക്ലിയർ ആണോ? അപ്പൊ അത് മാറിപ്പോയത് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ റീജിയനേ ഉള്ളൂ, അതിന്റെ കണ്ടീഷൻ n ലാംഡയാണ്. സെക്കൻഡറി മാക്സിമം എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിങ്ങൾക്ക് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടും, പിന്നെ ബ്രൈറ്റ് റീജിയൻ കിട്ടുന്നുണ്ട് ആൾട്ടർനേറ്റ് ആയിട്ട്, പക്ഷെ ആ ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് സെന്റർ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ എന്താ പറയാ? സെക്കൻഡറി മാക്സിമ എന്ന് പറയാം. സെക്കൻഡറി മാക്സിമ അതിന്റെ കണ്ടീഷനാണ് പാത്ത് ഡിഫറൻസ് ഇസിക്കൽ 2n + 1 ഇൻറ്റു λ/2. നമുക്ക് എന്താ കിട്ടിയത് പാത്ത് ഡിഫറൻസ് ഇവിടെ? a sin തീറ്റ. അപ്പൊ a sin തീറ്റ ഈക്വൽ ടു 2n + 1 ഇൻറ്റു λ/2 അല്ലേ? അതിൽ എന്നിന് 1 കൊടുക്കുക. ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? a sin തീറ്റ 1 ഡാഷ്. ഞാൻ ഇവിടെയൊക്കെ θ1 θ2 θ3 എടുത്തു, അതുകൊണ്ടാണ് ഡാഷ് എടുക്കുന്നത്. ക്ലിയർ? ഡാഷ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഡാഷ്. അപ്പൊ a sin തീറ്റ ഡാഷ് എന്ത് വരും? എടാ എന്നിന് 1 അല്ലേ, 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 1 × 2 2 3/2 λ കിട്ടി. 3/2 λ കിട്ടി. ക്ലിയർ ആണോ? ഇനി അതേപോലെ തന്നെ n 2 കൊടുക്കുക. അപ്പോൾ a sin തീറ്റ 2 ഡാഷ്. അപ്പൊ എത്ര കിട്ടത്? 2 × 2 4 4 + 1 5/2 λ. അപ്പൊ ഇതെന്താണ് ശരിക്കും? ഫസ്റ്റ് സെക്കൻഡറി മാക്സിമാണ്. അവിടെ കൺഫ്യൂഷൻ വേണ്ട. പൊസിഷൻ ഓഫ് സെക്കൻഡറി മാക്സിമ എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? എടാ സെന്റർ കഴിഞ്ഞ് വരുന്ന ബ്രൈറ്റുകളൊക്കെ സെക്കൻഡറി മാക്സിമ. സെന്റർ കഴിഞ്ഞ് സെന്ററത്തത് മാക്സിമം ബ്രൈറ്റ്നസ്, അതിനുശേഷം രണ്ട് സൈഡിലുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് പേരാ പറയാ? സെക്കൻഡറി മാക്സിമ. അതില് ഫസ്റ്റ് ആണ് സെക്കൻഡറി മാക്സിമയിൽ ആദ്യത്തത് അല്ലെ? അപ്പൊ അത് പൊസിഷൻ ഓഫ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ. ഇതെന്താണ്? പൊസിഷൻ ഓഫ് സെക്കൻഡ് സെക്കൻഡറി മാക്സിമ അല്ലെ? അതേപോലെ തന്നെ n = 3 കൊടുത്താലോ a sin തീറ്റ 3 ഡാഷ് എന്ത് കിട്ടും? 7/2 λ. ഇത് തേർഡ് സെക്കൻഡറി മാക്സിമ, പൊസിഷൻ ഓഫ് തേർഡ് സെക്കൻഡറി മാക്സിമ. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? ഡൈഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞ സംഭവം. ഞാനൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും സംഭവം. ഇതാണ് ഗ്രാഫ്, ഇതാണ് സെന്റർ. സെന്ററിൽ നമുക്ക് എന്ത് കിട്ടി? എടാ സെന്ററിൽ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടി, ശരിയല്ലേ? പിന്നെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, സെന്ററിൽ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടി, പിന്നെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ക്ലിയർ? അപ്പൊ ഇങ്ങനെയായിരുന്നു ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടിയത്. ഇന്റർഫിയറൻസ് ഇങ്ങനെയല്ല, ഈക്വൽ ഇന്റൻസിറ്റിയിലാണ് കിട്ടിയത്. ഇന്റർഫിയറൻസ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ ഈക്വൽ ഇന്റൻസിറ്റി ആയിരുന്നു. ഇവിടെ ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറയുന്നുണ്ട്. ഇതാണ് സെൻട്രൽ മാക്സിമം ഓ. ഈ ഓനെ നമ്മൾ എന്താ പറയാ? ഈ ഓനെ നമ്മൾ പറയല് സെൻട്രൽ മാക്സിമം. ഈ ഓനെ നമ്മൾ എന്തെന്ന് പറയാ? സെൻട്രൽ മാക്സിമം. ക്ലിയർ ആണോ? ഇതാണ് ഇന്റൻസിറ്റി, സെൻട്രൽ മാക്സിമം. ക്ലിയർ? ഇനി ഇതാണെന്ത്? ഇതാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. ഇതാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം. ഇതെന്താണ്? സെക്കൻഡ് സെക്കൻഡറി മാക്സിമം. ക്ലിയർ? ഇതെന്താണ്? തേർഡ് സെക്കൻഡറി മാക്സിമം. കൺഫ്യൂഷൻ തീർന്നല്ലേ? അപ്പോൾ സെന്ററിൽ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടും, അതാണ് സെൻട്രൽ മാക്സിമം. ക്ലിയർ? കാരണം അങ്ങോട്ടേക്കുള്ള ഫേസ് ഡിഫറൻസ് 0, പാത്ത് ഡിഫറൻസ് 0. ഇതും ബ്രൈറ്റ് തന്നെയാണ് അല്ലേ? ഇതും ബ്രൈറ്റ് തന്നെയാണ്. ഇത് ബ്രൈറ്റ് ആണ്, ഇത് ബ്രൈറ്റ് ആണ്, ഇതും ബ്രൈറ്റ് ആണ്, ഇതും ബ്രൈറ്റ് ആണ് അല്ലേ? അതേപോലെ തന്നെ ഇതും ബ്രൈറ്റ് ആണ്, ഇതും ബ്രൈറ്റ് ആണ്, ഇതും ബ്രൈറ്റ് ആണ്. പക്ഷെ അവിടെ ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറയും. അപ്പോൾ ഇവിടെ മുതലുള്ളതിനൊക്കെ നമ്മൾ സെക്കൻഡറി മാക്സിമം എന്നാ പറയാ. ഇത് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം, ഇത് സെക്കൻഡ് സെക്കൻഡറി മാക്സിമം, ഇത് തേർഡ് സെക്കൻഡറി മാക്സിമം. ഇപ്പുറത്തെ സൈഡിലും ഇത് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം, സെക്കൻഡ് സെക്കൻഡറി മാക്സിമം, തേർഡ് സെക്കൻഡറി മാക്സിമം. ഇതൊക്കെ ഡാർക്കാണ്, ഇതൊക്കെ ഡാർക്കാണ്. ഈ റീജിയനൊക്കെ ഡാർക്കാണ്, ഈ റീജിയനൊക്കെ ഡാർക്കാണ് അല്ലെ? അപ്പൊ ഡാർക്ക് വരുമ്പോ എന്താ കിട്ടുക? ഇതെന്താണ്? ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, ഇത് സെക്കൻഡ് ഡാർക്ക് ഫ്രിഞ്ച്, ഇത് തേർഡ് ഡാർക്ക് ഫ്രിഞ്ച്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അതാണ് ഈ പൊസിഷൻസ്. ലാംഡ 2 എന്താണ്? ലാംഡ
2 ലാംഡ 3 ലാംഡ. ശരിയാണ്. അപ്പൊ ഡാർക്കിന് ഏതാ കിട്ടിയത്? സെന്ററിൽ O കിട്ടി. പിന്നെ ഡാർക്കിന് ഏതൊക്കെ കിട്ടിയത്? ലാംഡ അല്ലെ, ലാംഡ. അടുത്ത ആരാണ്? 2 ലാംഡ 3 ലാംഡ. ശരിയാണോ? ഇവിടെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ വരും. ഡാർക്കിന് ലാംഡ 2 ലാംഡ 3 ലാംഡ 3 ലാംഡ. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് ബ്രൈറ്റ് ആരാണ്? N1 3/2 ലാംഡ. ഇതാണ് 3/2 ലാംഡ. ഇതാണ് 3/2 ലാംഡ. ഇതാരാണ്? ഇത് 5/2 ലാംഡ. ഇതാണ് 7/2 ലാംഡ. ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഏത് പാറ്റേൺ കിട്ടിയത്? ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടിയത്. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഡൈഫ്രാക്ഷൻ. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. 1-2 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇപ്പൊ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന്റെ ചിത്രം വരച്ചാൽ ആദ്യം പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കുക. പിന്നെ സെന്ററിലേക്ക് സെൻട്രൽ മാക്സിമം കിട്ടും. സെൻട്രൽ മാക്സിമം ഇന്റൻസിറ്റി കിട്ടും. അതിനുശേഷം സെക്കൻഡറി മാക്സിമം ഉണ്ട്. ഇതാണ് സെക്കൻഡറി മാക്സിമന്റെ കണ്ടീഷൻ. സെക്കൻഡറി മാക്സിമം കിട്ടാനുള്ള കണ്ടീഷൻ എഴുതുക. പിന്നെ ഡാർക്ക് ഫ്രിഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ എഴുതുക. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇന്റർഫിയറൻസുമായിട്ട് ഇയാൾക്ക് നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ എന്താണ് കിട്ടിയത്? ബ്രോഡ് എന്താണ്? ബ്രോഡ് അറ്റ് സെന്റർ ബ്രോഡ് സെൻട്രൽ മാക്സിമം. ശരിയല്ലേ? അപ്പൊ സെൻട്രൽ എന്താ കിട്ടിയത്? അറ്റ് സെന്റർ ബ്രോഡ് സെൻട്രൽ മാക്സിമം. സെൻട്രൽ നമുക്ക് ബ്രോഡ് ആയിട്ടുള്ള വളരെ വീതി കൂടിയ നല്ല സെൻട്രൽ മാക്സിമം കിട്ടി. ശരിയല്ലേ? ഓൺ either side of center intensity of bright fringe continuously decreasing അല്ലേ? അപ്പൊ at center broad central maximum on either side of center intensity of bright fringe continuously decreasing. 2 സൈഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറഞ്ഞു വരുന്ന ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് നമുക്ക് കിട്ടിയത്. ഇതാണ് ആരെ? ഡൈഫ്രാക്ഷന്റെ സംഭവം വരിക. ക്ലിയർ? അപ്പൊ ഇന്റൻസിറ്റി കുറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ 2 സൈഡിലേക്കും ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറഞ്ഞല്ലേ ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത്. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ സെന്ററിൽ എന്താ സംഭവിക്കുക? മീൻസ് ഈ AB എന്നുള്ള സംഭവം ഇല്ലേ? എടാ AB എന്നുള്ള വിട്ട് എന്നുള്ള കംപ്ലീറ്റ് പാർട്ട് ഇവിടെ പോയി മീറ്റ് ചെയ്യുന്ന പറഞ്ഞത്. AB എന്ന് പറഞ്ഞ വിട്ട് എന്ന് വരുന്ന എല്ലാ പാർട്ടും കറക്റ്റ്ലി എവിടെ പോയി മീറ്റ് ചെയ്യും? ഓല് പോയി മീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഓല് നമുക്ക് എന്ത് കിട്ടിയത്? മാക്സിമം സെൻട്രൽ അല്ലെങ്കിൽ സെൻട്രൽ മാക്സിമം കിട്ടാനുള്ള കാരണം. പക്ഷേ ഈ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയ്ക്ക് ഈ വിട്ടിന്റെ 1/3 പാർട്ടേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഈ AB എന്നുള്ള വിട്ടില്ലേ അതിന്റെ കംപ്ലീറ്റ് എല്ലാ പാർട്ടും ഓലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഓല് നമുക്ക് സെൻട്രൽ മാക്സിമം കിട്ടാനുള്ള കാരണം. പക്ഷേ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറയുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ സ്ലിറ്റിന്റെ 1/3 എവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? സെക്കൻഡറി മാക്സിമം. ആ സൂപ്പർ പൊസിഷൻ നടക്കുമ്പോൾ കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ വരുന്നില്ല. വിത്തിന്റെ 1/3 ഫസ്റ്റ് സെക്കൻഡറി മാക്സിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അയാളുടെ ഇന്റൻസിറ്റി കുറഞ്ഞത്. സെക്കൻഡ് 1/5 ഉള്ളൂ. ആ ABന്റെ 1/5 പാർട്ടേ അടുത്ത സെക്കൻഡറി മാക്സിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 1/3, 1/5, 1/7 അങ്ങനെ ആ AB കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇന്റൻസിറ്റി ഗ്രാജുവലി ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ. ക്ലിയർ ആണോ? അടുത്ത നമുക്ക് ഇവിടെ 2 ടേം പഠിക്കേണ്ട. ഒന്ന് വിഡ്ത്ത് ആണ്. വിഡ്ത്ത് എന്നാൽ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് ഉണ്ട്. ലീനിയർ വിഡ്ത്തും ആംഗുലാർ വിഡ്ത്തും ഒക്കെ. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു ചിത്രം വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മളെ A എന്ന സംഭവം. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? സെൻട്രൽ നമുക്ക് എന്താ കിട്ടിയത്? ഓല് സെൻട്രൽ നമുക്ക് മാക്സിമം ബ്രൈറ്റ്നെസ് കിട്ടി അല്ലേ? പിന്നെ ഇങ്ങോട്ടേക്ക് ഈ സംഭവം കുറഞ്ഞു അല്ലേ? സെൻട്രൽ നമുക്ക് മാക്സിമം കിട്ടി. ക്ലിയർ? അപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മൾ സാധാരണ ഇതാണ് സെൻറ്റർ മാക്സിമം. ഇതാണ് സെൻറ്റർ മാക്സിമം. ക്ലിയർ?
അപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതാണ് വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ്, ഇതാണ് തീറ്റ തീറ്റ എന്നുള്ള ആംഗിള്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് സെൻട്രൽ മാക്സിമം കിട്ടി അല്ലെ. സെൻട്രൽ മാക്സിമം ഇവിടേക്ക് എന്താണ് മിനിമം ആണ് അല്ലെ. അപ്പോൾ ഇവിടെ നിന്നൊരു ടേം ആണ് ആദ്യം ഹാഫ് ആംഗുലാർ വിഡ്ത്ത്. അപ്പൊ ടേമുകൾ പഠിച്ചാൽ മതി. ഹാഫ് ആംഗുലാർ വിഡ്ത്ത് അത് തീറ്റയാണ്. തീറ്റ ഇസിക്കൽ ലാംഡ ബൈ എ ആണ്. ശ്രദ്ധിക്കുക, ഹാഫ് ആംഗുലാർ വിഡ്ത്ത് ഈ തീറ്റ. അപ്പൊ ഈ തീറ്റനെ നമ്മൾ എന്തെന്ന് പറയാ, ഹാഫ് ആംഗുലാർ വിഡ്ത്ത് അല്ലെ. കാരണം നമുക്കറിയാം ഇത് സെൻട്രൽ മാക്സിമം. ഇവിടെ എന്താ കിട്ടിയത്, ഫസ്റ്റ് ഡാർക്കും ഇവിടെ കിട്ടിയില്ലേ അല്ലെ. ഡാർക്ക് ഫസ്റ്റ് രണ്ട് സൈഡിലും ഫസ്റ്റ് ഡാർക്ക് കിട്ടൂലേ സെൻട്രൽ മാക്സിമം കഴിഞ്ഞാൽ. അപ്പോ ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റ, ഇത് സെന്റർ. ഈ തീറ്റനെ നമ്മൾ എന്തെന്ന് പറയാ, ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയാം. ആ തീറ്റനെ നമ്മൾ എന്താ പറയാ, ഹാഫ് ആംഗുലാർ വിഡ്ത്ത്. ആ ഹാഫ് ആംഗുലാർ വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ എ. ലാംഡ ബൈ എ. അതേപോലെ തന്നെ ആംഗുലാർ വിഡ്ത്ത്, ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 തീറ്റ കാണണം. ആംഗുലാർ വിഡ്ത്ത് തന്നെ 2 തീറ്റ, അത് 2 ലാംഡ ബൈ എ ആയിരിക്കും. 2 ലാംഡ ബൈ എ. അപ്പൊ ശ്രദ്ധിക്കുക, സെൻട്രൽ മാക്സിമത്തിൽ നമ്മൾ എന്തെടുത്തു, ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ടേം വരും. ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ തീറ്റ, അത് കാണാനുള്ള ഫോർമുല എന്താണ്, ലാംഡ ബൈ എ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് യൂസ്ഡ്, എ എന്താണ് വിഡ്ത്ത് ഓഫ് ദ സ്ലിറ്റ് അല്ലെ. അപ്പൊ ലാംഡ ബൈ എ. ആംഗുലാർ വിഡ്ത്ത് കാണാൻ പറഞ്ഞാൽ മൊത്തം ആംഗിൾ 2 തീറ്റ കാണണം. 2 തീറ്റേഴ്സിൽ 2 ലാംഡ ബൈ എ, 2 ലാംഡ ബൈ എ. അടുത്ത എന്താന്ന് വെച്ചാൽ വിഡ്ത്ത്, ഫ്രിഞ്ച് എന്താണ്, ലീനിയർ വിഡ്ത്ത്. ഇത് ആംഗുലാർ ആണ് പറഞ്ഞത്. അടുത്ത എന്താണ്, ലീനിയർ വിഡ്ത്ത്. അതിന് നമ്മൾ ബീറ്റ 0, ഇതാണ് ബീറ്റ 0. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതിനാണ് ലീനിയർ വിഡ്ത്ത് എന്ന് പറയുക. ഇപ്പൊ ഈ ലീനിയർ വിഡ്ത്ത് നമ്മൾ എന്താ പറയാ, ബീറ്റ 0. ലീനിയർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം ആയിട്ടത് സെന്റർ മാക്സിമം. ലീനിയർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. അത് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ സാധാരണ തീറ്റ ഇസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ് ഉപയോഗിക്കാറില്ലേ. ഇവിടെ ഫോർമുല പഠിക്കാനുള്ള ഞാൻ ജസ്റ്റ് പറയാം. തീറ്റ ഇസ് ഈക്വൽ ആർക്ക് ബൈ റേഡിയസ്. തീറ്റ എന്നുള്ള 2 തീറ്റ. 2 തീറ്റ ഇസ് ഈക്വൽ ടു ആർക്കിന് വരും ബീറ്റ 0 ഡിവൈഡിംഗ് ബൈ റേഡിയസ് എന്ന് അങ്ങോട്ട് ക്യാപിറ്റൽ ഡി അല്ലേ വരിക. ഈ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി അല്ലേ, കാരണം സ്ലിറ്റ് നിന്ന് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി, അതാണ് റേഡിയസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബീറ്റ 0 ആണെങ്കിൽ ഏത് ഫോമിൽ ഉപയോഗിച്ചാൽ മതി, 2 തീറ്റ ഇൻറ്റു ഡി ചെയ്താൽ മതി അല്ലെ. അപ്പൊ ലീനിയർ വിഡ്ത്ത്, ഇതാണ് ലീനിയർ വിഡ്ത്ത്. ആ ലീനിയർ വിഡ്ത്ത് കാണാൻ ഇത് റഫ്ലി നമ്മൾ അപ്രോക്സിമേഷൻ ആട്ടോ ചെയ്യുന്നത്. അപ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, തീറ്റ ആർക്ക് ബൈ റേഡിയസ്, ആർക്കിന് വരെ നിയർലി ബീറ്റ 0 എടുത്തു, ഡി ഇൻറ്റു 2 തീറ്റ. അപ്പൊ ബീറ്റ 0 ആണ് ഡി ഇൻറ്റു 2 തീറ്റ. സോ ബീറ്റ 0 ഈക്വൽ ടു 2 തീറ്റ എത്രയാണ്, 2 ലാംഡ ബൈ എ അല്ലെ. 2 തീറ്റ ആണ് 2 ലാംഡ ബൈ എ ഇൻറ്റു ഡി. അപ്പൊ 2 ലാംഡ ഡി ബൈ എ. ഇതാണ് ലീനിയർ വിഡ്ത്ത് ഓഫ് ആര്, സെൻട്രൽ മാക്സിമം. ലീനിയർ വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമം. അപ്പൊ ജസ്റ്റ് ഈ ചിത്രം വരയ്ക്കുക, ഈ തീറ്റ കാണിക്കുക, ഇത് സെൻട്രൽ മാക്സിമം, ഇത് ഫസ്റ്റ് ഡാർക്ക് ആണ്, D1 D1 ഫസ്റ്റ് ഡാർക്ക് രണ്ട് സൈഡിലേക്ക്. അപ്പോൾ സെമി ആംഗുലാർ വിഡ്ത്ത് അല്ലെങ്കിൽ ഹാഫ് ആംഗുലാർ വിഡ്ത്ത് കാണാൻ പറഞ്ഞാൽ ലാംഡ ബൈ എ. ആംഗുലാർ വിഡ്ത്ത് 2 തീറ്റ കാണാൻ പറഞ്ഞാൽ 2 ലാംഡ ബൈ എ. പിന്നെ ലീനിയർ വിഡ്ത്ത്, ഈ ഡിസ്റ്റൻസ് ആണ് ലീനിയർ വിഡ്ത്ത്, ബീറ്റ 0, അത് കാണാൻ പറഞ്ഞാൽ 2 തീറ്റ ഇൻറ്റു ഡി, അത് 2 ലാംഡ ഡി ബൈ ഡി. ക്ലിയർ ആണോ? അതേപോലെ തന്നെ സെക്കൻഡറി മാക്സിമം. ഇതിപ്പോൾ സെൻട്രൽ മാക്സിമം അല്ല കിട്ടിയത്, ഇത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്തത്, സെൻട്രൽ മാക്സിമം. അടുത്ത എവിടെയാണ്, സെക്കൻഡറി മാക്സിമം. എടാ സെക്കൻഡറി മാക്സിമത്തിന്റെ ലീനിയർ വിഡ്ത്ത് എന്ന് പറയുന്നത്, സെക്കൻഡറി മാക്സിമത്തിന്റെ ലീനിയർ വിഡ്ത്ത് എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു ഡി ആണ്. തീറ്റ ഇൻറ്റു ഡി മാറിപ്പോയത്. സെൻട്രൽ മാക്സിന്റെ സെന്റർ മാക്സിന്റെ ലീനിയർ വിഡ്ത്ത് കാണാൻ പറഞ്ഞാൽ 2 തീറ്റ ഇൻറ്റു ഡി. പക്ഷെ സെക്കൻഡറി മാക്സിമത്തിന്റെ ലീനിയർ വിഡ്ത്ത് കാണാൻ പറഞ്ഞാൽ തീറ്റ ഇൻറ്റു ഡി ആണ്. അപ്പൊ ആൻസർ എത്ര വരിക, ലാംഡ ഡി ബൈ എ ആണ് വരിക. ലാംഡ ഡി ബൈ എ, ലാംഡ ഡി ബൈ എ, ശരിയല്ലേ, ലാംഡ ഡി ബൈ എ. അപ്പൊ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? എടാ ആർക്കാണ് വിഡ്ത്ത് കൂടുതൽ? സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത്. എടാ സെൻട്രൽ മാക്സിമം നമ്മളിപ്പോൾ അടുത്തത് ഇവിടെ ഇപ്പോൾ B0 കിട്ടി, ബീറ്റ 0 കിട്ടി. അപ്പൊ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ലാംഡ ഡി ബൈ എ അല്ലേ. സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ലാംഡ ഡി ബൈ എ. ക്ലിയർ അല്ലേ? പക്ഷെ അതിനുശേഷം വരുന്ന സെക്കൻഡറി മാക്സിമയുടെ ഒക്കെ വിഡ്ത്ത് എത്രയേ ഉള്ളൂ, ലാംഡ ഡി ബൈ എ ഉള്ളൂ. അപ്പൊ ആർക്കാണ് വിഡ്ത്ത് കൂടുതൽ? സെൻട്രൽ മാക്സിമത്തിന്. അപ്പൊ സെൻട്രൽ മാക്സിമം വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഈസ്
2 ടൈംസ് വിഡ്ത്ത് ഓഫ് സെക്കൻഡറി മാക്സിമ. ശരിയാണോ? അപ്പൊ ഈ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്. വിഡ്ത്ത് ഓഫ് സെൻട്രൽ മാക്സിമ ഈസ് 2 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് സെക്കൻഡറി മാക്സിമ. അപ്പൊ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് ഇത്ര ഉണ്ടെങ്കിൽ അവിടെ അടുത്ത ആൾക്കാരുടെ വിഡ്ത്ത് കുറവായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ആ ചിത്രം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കണം. ദാറ്റ് മീൻസ് ഇയാളെ വിഡ്ത്ത് ഇതിന്റെ പകുതി ഇയാൾക്ക് ഉണ്ടാവുള്ളൂ. ക്ലിയർ? സെൻട്രൽ മാക്സിമ വിഡ്ത്തിന്റെ പകുതിയെ അടുത്ത ആൾക്ക് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണ്? അപ്പൊ ഡൈഫ്രാക്ഷന്റെ പാറ്റേണിന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. മിഡിൽ എന്നുള്ള അതാണ് ഞാൻ മിഡിൽ അല്ല ബ്രോഡ്, പിന്നെ ഇവരൊക്കെ വിഡ്ത്ത് കുറയും. മനസ്സിലായോ? കാരണം ഇയാള് 4 ഉണ്ടെങ്കിൽ ഇയാൾക്ക് 2 ഉണ്ടാവുള്ളൂ. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡൈഫ്രാക്ഷനിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് ഡൈഫ്രാക്ഷൻ പാറ്റേണിൽ വരുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഈ ഇന്റർഫിയറൻസും ഡൈഫ്രാക്ഷൻ നമ്മളുടെ ഡിഫറൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇന്റർഫിയറൻസും അതേപോലെ തന്നെ ഇന്റർഫിയറൻസിനും ഡൈഫ്രാക്ഷൻ നമ്മളുള്ളൊരു ഡിഫറൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് ഇവിടെ ഇന്റർഫിയറൻസ്, അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഡൈഫ്രാക്ഷൻ. അപ്പൊ ഇന്റർഫിയറൻസും ഡൈഫ്രാക്ഷനുള്ള വ്യത്യാസം ഞാൻ എഴുതുന്നില്ല, ശ്രദ്ധിക്കാം. അപ്പൊ ഇന്റർഫിയറൻസും ഡൈഫ്രാക്ഷനുള്ള വ്യത്യാസം, ഫസ്റ്റ് വൺ എന്താണ്? സൂപ്പർ പൊസിഷൻ ടേക്സ് പ്ലേസ് ഫ്രം 2 കൊഹിരന്റ് സോഴ്സസ്. ഇവിടെ 2 കൊഹിരന്റ് സോഴ്സ് ഉണ്ട് അല്ലേ? നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് എസ്, അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് S1 S2 ആക്കി. ആ S1 S2 എന്ന് വരുന്ന വേവ് ഫ്രണ്ടുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പാറ്റേൺ കിട്ടിയത്? ഇന്റർഫിയറൻസ് പാറ്റേൺ കിട്ടിയത്. പക്ഷെ ഇവിടെ സിംഗിൾ സ്പ്ലിറ്റ് ആണ് ഡൈഫ്രാക്ഷൻ അല്ലേ? അപ്പൊ എന്താണ് സംഭവിക്കുക? ഇവിടെ സൂപ്പർ പൊസിഷൻ ഫ്രം 2 കൊഹിരന്റ് സോഴ്സസ്, 2 കൊഹിരന്റ് സോഴ്സസ് എന്ന് വരുന്ന വേവുകൾ തമ്മിലുള്ള സൂപ്പർ പൊസിഷൻ ആണ് ഇന്റർഫിയറൻസ്. ഇവിടെ എന്താണ്? സൂപ്പർ പൊസിഷൻ ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് വേവ് ഫ്രണ്ട് ഫ്രം സിംഗിൾ സോഴ്സ്. മനസ്സിലായോ? അപ്പോ സൂപ്പർ പൊസിഷൻ ഫ്രം വേവ്സ് ഓഫ് ഡിഫറെന്റ് പാർട്ട് ഫ്രം സിംഗിൾ സ്ലിറ്റ്. ഒരു സിംഗിൾ സ്ലിറ്റിന്റെ, ഒറ്റ സ്ലിറ്റിന്റെ ഒറ്റ സ്ലിറ്റിന്റെ പല ഭാഗത്തുനിന്ന് വരുന്ന വേവ് ഫ്രണ്ടുകൾ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഡൈഫ്രാക്ഷൻ കിട്ടുന്നത്. ഇന്റർഫിയറൻസ് എന്താണ്? 2 കൊഹിരന്റ് സോഴ്സ് തന്നെ വേവ് ഫ്രണ്ടുകൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇന്റർഫിയറൻസ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് എന്താണ്? സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ഫ്രം 2 കൊഹിരന്റ് സോഴ്സസ്. ഇതെന്താണ്? സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് ഫ്രണ്ട് ഫ്രം സിംഗിൾ സോഴ്സ്. ശരി, പിന്നെന്താണ്? ഇവിടെ എല്ലാ ബ്രൈറ്റിന്റെയും ഇന്റൻസിറ്റി സെയിം ആയിരുന്നു. നമ്മൾ ഇയാളെ ചിത്രം വരച്ചപ്പോ ഇവിടെ സെന്റർ ആയിക്കോട്ടെ, B1 B2 B3 ഒക്കെ ആയിക്കോട്ടെ, എല്ലാം സെയിം ഇന്റൻസിറ്റി അല്ലായിരുന്നില്ലേ? ക്ലിയർ? ദാറ്റ് മീൻസ് ഇന്റൻസിറ്റി ഓഫ് ഈച്ച് ബ്രൈറ്റ് ഫാൻ ഈസ് സെയിം. ഇന്റൻസിറ്റി ഓഫ് ഈച്ച് ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് സെയിം. എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ച്, സെന്ററിന്ന് 2 സൈഡിലേക്കുള്ള എല്ലാ ബ്രൈറ്റ് ഫ്രിഞ്ചുകളുടെയും ഇന്റൻസിറ്റി സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെൻട്രൽ നമുക്ക് മാക്സിമം കിട്ടും, 2 സൈഡിലേക്കും ഇന്റൻസിറ്റി കണ്ടിന്യൂസ്ലി കുറയും. Center will get maxima and on either side intensity continuously decreases. ശരിയാണോ? ഇവിടെ ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആണ് എല്ലാ ബ്രൈറ്റിനും. ഇവിടെ ഇന്റൻസിറ്റി സെൻട്രൽ മാക്സിമം കിട്ടും, 2 സൈഡിലും കണ്ടിന്യൂസ്ലി കുറയും. ക്ലിയർ? മൂന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ വിഡ്ത്ത്. ഇവിടെ അൺഈക്വൽ വിഡ്ത്ത് ആണ് കിട്ടുന്നത്. കാരണം സെൻട്രൽ നമുക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടി, പിന്നെ ആ വിഡ്ത്ത് കുറഞ്ഞു. സെൻട്രൽ മാക്സിമത്തിന് മാക്സിമം വിഡ്ത്ത്, then the width continuously അല്ലെങ്കിൽ width of secondary maxima decreases അല്ലേ? Central maxima has maximum width but secondary maxima has only half of central maximum. പക്ഷെ ഇവിടെ ഈക്വൽ വിഡ്ത്ത് ആയിരുന്നു. ഇന്റർഫിയറൻസിൽ എല്ലാ ബ്രൈറ്റിന്റെയും വിഡ്ത്ത് ഈക്വൽ ആയിരുന്നു, ഈക്വൽ വിഡ്ത്ത് ആയിരുന്നു. ഫ്രിഞ്ച് വിഡ്ത്ത് ഈക്വൽ ആയിരുന്നു. ഇവിടെ ഫ്രിഞ്ച് വിഡ്ത്ത് സെന്ററിന് മാക്സിമം, സെക്കൻഡറിക്ക് പകുതി ഇട്ടുള്ളൂ. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇന്റർഫിയറൻസിൽ ബ്ലാക്ക് ആണെങ്കിൽ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ആയിരിക്കും. പക്ഷെ ഡൈഫ്രാക്ഷനിൽ ആ ബ്ലാക്ക് റീജിയൻ പെർഫെക്റ്റ്ലി എന്തായിക്കൊള്ളുന്നില്ല? ബ്ലാക്ക് ആയിക്കൊള്ളുന്നില്ല. ഇന്റർഫിയറൻസ് പാറ്റേണിൽ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് നടക്കുമ്പോൾ ബ്ലാക്ക് റീജിയൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക്, 100% ബ്ലാക്ക്. പക്ഷേ ഡൈഫ്രാക്ഷനിൽ ഇറ്റ് നോട്ട് 100% ബ്ലാക്ക്. ഇതാണ് ആര് തമ്മിലുള്ള വ്യത്യാസം? ഇന്റർഫിയറൻസും ഡൈഫ്രാക്ഷനും. ക്ലിയർ ആണോ? ജസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ഫ്രണ്ട് ഓഫർ ഡൈഫ്രാക്ഷൻ form A
single slit of width 1 micrometer is illuminated with a light of wavelength is illuminated with a light of wavelength 500 nanometer. Calculate half angular width. Calculate half angular width. എന്താ പറഞ്ഞത്? ഫ്രണ്ട് ഹോഫർ ഡൈഫ്രാക്ഷൻ ഫോംസ് എ സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത്. അപ്പോൾ എ കൊടുത്തിട്ടുണ്ട് 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ. ഇലൂമിനേറ്റഡ് വിത്ത് എ വേവ് ലെങ്ത് ലാംഡ 500 നാനോമീറ്റർ. അപ്പോൾ 500 ഇൻറ്റു 10⁻⁻9 മീറ്റർ. കാൽക്കുലേറ്റ് ഹാഫ് ആംഗുലാർ വിഡ്ത്ത് ആണ്. ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്നാൽ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എ അല്ലെ. ഹാഫ് ആംഗുലാർ വിഡ്ത്ത് എന്നാൽ തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ എ. എന്താണ്? 500 ഇൻറ്റു 10⁻⁻9 ഡിവൈഡിങ് ബൈ 10⁻⁻6 അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 500 ഇൻറ്റു 10⁻⁻3 റേഡിയൻ വരും അല്ലേ. 10⁻⁻3 റേഡിയൻ വരും. ശരിയല്ലേ? പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഡൈഫ്രാക്ഷൻ കുറച്ചും കൂടി ഇന്റർഫിയറൻസ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറ്. ഇമ്പോർട്ടൻറ്റും ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6000 Armstrong. 6000 Armstrong. Incident on a slit of width 0.1 millimeter. 0.1 millimeter. Find angular width and linear width of central maxima. Width of central maxima. Screen kept 1 meter away. Screen kept 1 meter away. അപ്പോൾ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 6000 ആംസ്ട്രോങ്. അപ്പോൾ ലാംഡ കൊടുത്തിട്ടുണ്ട് 6000 ഇൻറ്റു 10⁻⁻10 മീറ്റർ. ആംസ്ട്രോങ് അല്ലേ. ഇൻസിഡന്റ് ഓൺ എ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത്. സ്ലിറ്റിന്റെ വിഡ്ത്ത് ആണ് സ്മോൾ ലെറ്റർ എ കൊടുത്തിട്ടുണ്ട്. 0.1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 10⁻⁻3 മീറ്റർ അല്ലേ. ഫൈൻ ആംഗുലാർ വിഡ്ത്ത്. ആംഗുലാർ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2θ ആണ് അല്ലെ. ലീനിയർ വിഡ്ത്ത് എന്നാൽ β0 ഒക്കെ സെൻട്രൽ മാക്സിമത്തിൻ്റെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിക്കണം. കാരണം സെക്കൻഡറി മാക്സിമത്തിനും സെൻട്രൽ മാക്സിമത്തിനും ഡിഫറെൻ്റ് ആണ് അല്ലെ ഫോർമുല. അപ്പോൾ സെൻട്രൽ മാക്സിമത്തിന്റെ β0 എന്താണ്? β0 2 ലാംഡ ഡി ബൈ എ അല്ലേ. 2 ലാംഡ ഡി ബൈ എ. അതേപോലെ തന്നെ ആംഗുലാർ വിഡ്ത്ത് ആണ് 2θ. 2θ ഫോമിൽ എന്താണ്? 2 ലാംഡ ബൈ എ. 2 ലാംഡ ബൈ എ. അപ്പോൾ 2 ഇൻറ്റു 6000 ഇൻറ്റു 10⁻⁻10 ഡിവൈഡിങ് ബൈ 0.1 ഇൻറ്റു 10⁻⁻3 അല്ലേ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2θ റേഡിയലിൽ കിട്ടും. ഈ ആൻസർ എന്തിൽ കിട്ടും? റേഡിയലിൽ കിട്ടും. ഇനി ഇതിനെന്ത് ചെയ്താൽ മതി? ഇൻറ്റു ഈ ആൻസറിനെ d ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. d 1 തന്നെയാണ് അല്ലെ. 1 ആയതുകൊണ്ട് ഇതേ ആൻസർ തന്നെയാണ് പുറത്തും വരിക. ശരിയല്ലേ? അപ്പോൾ 0.1 ഇൻറ്റു 10⁻⁻3 വേണമെങ്കിൽ തന്നെ 1 ഇൻറ്റു എന്താ എഴുതാം? 0.1 നേരം 1 ഇൻറ്റു 10⁻⁻4 എഴുതി കൂടെ. എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. ക്ലിയർ. റേഡിയൻ കിട്ടും. പിന്നെ സെൻട്രൽ മാക്സിമം. ഇനി സെക്കൻഡറി മാക്സിമം ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പകുതി എടുത്താൽ മതി കിട്ടുന്നതിന്റെ ആൻസർ. ക്ലിയർ ആണോ ഡൈഫ്രാക്ഷൻ പാറ്റേൺ? അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.